കരുതിയത്. പക്ഷേ ചിലർക്കെങ്കിലും കാലാവസ്ഥ പ്രതികൂലമായ അവസ്ഥയിൽ തന്നെ തുടരുകയാണ്. യൂട്യൂബിലും നമ്മളുടെ ഈ ഒരു ലെക്ചർ ലഭ്യമാകും. അതുകൊണ്ട് തന്നെ കൂടുതൽ ആളുകൾക്ക് അതിൽ ഭാഗമാകാൻ കഴിയുമെന്ന് പ്രതീക്ഷിക്കുന്നു. നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ സ്കൂൾ ഓഫ് ലെറ്റേഴ്സിൻ്റെ അല്ലെങ്കിൽ നമ്മളുടെയൊക്കെ ഭാഗമായിരുന്ന പി ബാലേട്ടൻ അദ്ദേഹത്തിൻ്റെ വിയോഗത്തിന് ശേഷമുള്ള ആദ്യത്തെ ഒരു അക്കാദമിക സമ്മേളനം എന്ന നിലയിൽ അദ്ദേഹത്തിൻ്റെ ഓർമ്മകൾക്ക് മുൻപിൽ നമുക്കൊരു നിമിഷം മൗനമാചരിക്കാം. കൃഷ്ണൻ മാഷിൻ്റെ റിട്ടയർമെൻറ്റിനോടനുബന്ധിച്ച് സ്കൂൾ ഓഫ് ലെറ്റേഴ്സിലെ പൂർവ്വ വിദ്യാർത്ഥികൾ സംഘടിപ്പിക്കുന്ന ഓൺലൈൻ പ്രഭാഷണ പരമ്പരയിലെ 3ാമത്തെ പ്രഭാഷണമാണ് ഇന്ന് ഇവിടെ നടക്കുന്നത്. ഇന്നത്തെ പ്രഭാഷണത്തിനായിട്ട് ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ളത് നമുക്കെല്ലാവർക്കും പരിചിതനായ ഡോക്ടർ പി രവീന്ദ്രൻ മാഷാണ്. അദ്ദേഹം ഇംഗ്ലീഷിലും മലയാളത്തിലും ധാരാളം ലേഖനങ്ങളും പഠനങ്ങളും ഒക്കെ എഴുതുന്ന വ്യക്തിയാണ്. അദ്ദേഹത്തെ സ്കൂൾ ഓഫ് ലെറ്റേഴ്സിലെ അല്ലെങ്കിൽ മലയാള വായനാ ലോകത്തിന് കൂടുതൽ പരിചയപ്പെടുത്തേണ്ട കാര്യമില്ല എന്നെനിക്ക് കൃത്യമായിട്ടും അറിയാം. അദ്ദേഹം ഇന്ന് നമ്മളോട് സംവദിക്കുന്ന വിഷയം സാഹിത്യവും അഭിരുചി വിമർശവും എന്നുള്ളതിലാണ്. അദ്ദേഹത്തിൻ്റെ പുസ്തകങ്ങളെക്കുറിച്ച് മാത്രം ചില പ്രൈമറി ആയിട്ടുള്ള ചില കാര്യങ്ങൾ കൂട്ടിച്ചേർത്തതിന് ശേഷം അദ്ദേഹത്തെ പ്രഭാഷണത്തിനായി സ്വാഗതം ചെയ്യാമെന്നാണ് ഞാൻ കരുതുന്നത്. അദ്ദേഹത്തിൻ്റെ പുസ്തകങ്ങളുടെ വിവരങ്ങൾ മാത്രം ഞാൻ വായിക്കാം. ഇംഗ്ലീഷിലും മലയാളത്തിലുമായിട്ട് ധാരാളം പുസ്തകങ്ങൾ അദ്ദേഹം പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. മലയാളത്തിൽ സംസ്കാര പഠനം ഒരു ആമുഖം, വീണ്ടെടുപ്പുകൾ, ആധുനികാനന്തരം, മിഷേൽ ഫൂക്കോ, ഇടപെടലുകൾ, എതിരെഴുത്തുകൾ, ഭാവുകത്വത്തിൻ്റെ ഭൂമിശാസ്ത്രം തുടങ്ങിയ പുസ്തകങ്ങൾ മലയാളത്തിലും, ടെക്സ്റ്റ്, ഹിസ്റ്ററീസ്, ജോഗ്രഫീസ്, പോയട്രി ആൻഡ് ദ ന്യൂ സെൻസിബിലിറ്റി, ഓക്സ്ഫോർഡ് ഇന്ത്യ, ആന്തോളജി ഓഫ് മോഡേൺ മലയാളം റൈറ്റിംഗ് തുടങ്ങിയ, ഇത് പൂർണ്ണമായ ലിസ്റ്റ് അല്ല എന്നെനിക്കറിയാം, എങ്കിൽ കൂടിയും തുടങ്ങിയ പുസ്തകങ്ങളാണ് അദ്ദേഹം മലയാളത്തിലും ഇംഗ്ലീഷിലുമായിട്ട് പ്രധാനമായിട്ടും രചിച്ചിട്ടുള്ളത്. കൂടാതെ കടമ്മനിട്ട രാമകൃഷ്ണൻ, ജയന്ത മഹാപത്ര, കമലാദാസ് തുടങ്ങിയവരുടെ കൃതികൾ അദ്ദേഹം സമാഹരിച്ചിട്ടുമുണ്ട്. നിരൂപണത്തിനുള്ള കേരള സാഹിത്യ അക്കാദമിയുടെ അവാർഡും അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട്. സ്കൂൾ ഓഫ് ലെറ്റേഴ്സിൻ്റെ ഡയറക്ടറും അതേപോലെ തന്നെ ഡീനും ഒക്കെ ആയിട്ട് ദീർഘകാലം സേവനം അനുഷ്ഠിച്ചിട്ടുള്ള വ്യക്തി കൂടിയാണ് അദ്ദേഹം. അദ്ദേഹത്തെ ഏറ്റവും സ്നേഹത്തോടു കൂടി ഇന്നത്തെ ഈ ഒരു പ്രഭാഷണത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. സന്തോഷം. ഹലോ, കേൾക്കാമോ? കേൾക്കാം. I will be using both English and Malayalam. ബൈലിംഗ്വൽ ആയിട്ടാണ് സംസാരിക്കുക. നമ്മുടെ സ്കൂൾ ഓഫ് ലെറ്റേഴ്സിൻ്റെ ഒരു പൊതു രീതി തന്നെ അതാണല്ലോ. വി ആർ എ വെരി ഡിഫറെൻറ്റ് കൈൻഡ് ഓഫ് ഡിപ്പാർട്ട്മെൻറ്റ് ഇൻ ദാറ്റ് സെൻസ്, എ ഡിഫറെൻറ്റ് കൈൻഡ് ഓഫ് അക്കാഡമിക് ഡിപ്പാർട്ട്മെൻറ്റ് where these two disciplines, where these two languages exist together, അല്ലേ? അതുകൊണ്ട് അതിൻ്റെ ബൈലിംഗ്വലിസത്തിൻ്റെ എക്സ്റ്റൻഷനായ ട്രാൻസ്ലേഷനും ഒക്കെ നമ്മുടെ ഒരു വിഷയപരിധിയിൽ പ്രധാനമായി വരുന്നതും അതുകൊണ്ടാണ്. അപ്പോൾ ടുഡേ ഐ ഹാഡ് തോട്ട് ഓഫ് ടോക്കിംഗ് അബൌട്ട്, ഇൻഫാക്ട് ഐ വാസ് ആസ്ക്ഡ് ടു ടോക്ക് അബൌട്ട് ബൈ one of the alumni about taste, in fact, literature and the critique of taste. That was the title I suggested. സാഹിത്യവും അഭിരുചി വിമർശവും. അതിനു മുമ്പേ I should say that I am very happy to be here to talk about this subject to you because of two reasons. One is that my friend and colleague Dr. Krishnan's retirement is being organized to honor Dr. Krishnan, and that gives me pleasure to be doing this. Secondly, this is being organized by the alumni of the School of Letters, which again is a matter of pleasure, matter of pride for me to be associated with this.
That, of course, is certain formal statements I am making. But coming to the topic, literature and critique of taste. ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ അഭിരുചി അല്ലേ? രുചി, അഭിരുചി, ഈ രണ്ട് വാക്കും. ഇംഗ്ലീഷിൽ ടേസ്റ്റ് എന്ന് മാത്രമേ ഉള്ളൂ. നമുക്ക് മലയാളത്തിലാവുമ്പം യു ഹാവ് ദീസ് ടു വേർഡ്സ്, രുചി, അഭിരുചി. രണ്ടും ഏകദേശം ഒന്ന് തന്നെയാണ്. ഇപ്പോൾ ശബ്ദധാരാവലി മാതിരിയുള്ള ഡിക്ഷണറികളൊക്കെ നോക്കുകയാണെങ്കിൽ രുചി, അഭിരുചി തമ്മിൽ ഇഷ്ടം എന്നുള്ള രണ്ടിന്റെ അർത്ഥം ഏകദേശം ഇഷ്ടം എന്നൊക്കെ തന്നെയാണ്. നമ്മുടെ പ്രിഫറൻസ്, നമ്മുടെ ഇഷ്ടം, ലൈക്കിങ്, അതൊക്കെയാണ്. പക്ഷെ നമ്മൾ സാധാരണ അഭിരുചി എന്ന് ഉപയോഗിക്കാറുള്ളത് സംസ്കാരവുമായി അല്ലെങ്കിൽ സാഹിത്യവുമായി, കലയുമായി ഒക്കെ ബന്ധപ്പെടുത്തിയാണ്. ഇംഗ്ലീഷിൽ അതേ സമയത്ത് ടേസ്റ്റ് എന്ന ഒരു വാക്ക് മാത്രമേ ഉള്ളൂ. ടേസ്റ്റ് വിച്ച് literally and also lexically it means one of the five senses അല്ലേ? പഞ്ചേന്ദ്രിയങ്ങളിൽ ഒന്ന് എന്നുള്ള രീതിയിലാണ്. ഇറ്റ് ഈസ് ദി ഗസ്റ്റേറ്ററി സെൻസ്. രുചി എന്നുള്ളത് ഗസ്റ്റേറ്ററി സെൻസ് ആണ്. അതിൻ്റെ ഒരു കൃത്യമായ ഒരു ടെക്നിക്കൽ ടേം നമ്മൾ അതിൻ്റെ ട്രാൻസ്ലേഷൻ കൊടുക്കുകയാണെങ്കിൽ ഇറ്റ് ഈസ് എ സെൻസ് ഓഫ് ഗസ്റ്റോ, ഗസ്റ്റേറ്ററി, the sense associated with the tongue. പക്ഷെ നമ്മൾ സാഹിത്യത്തിൻ്റെയും സംസ്കാരത്തിൻ്റെയും കോണ്ടെക്സ്റ്റിൽ വരുമ്പോൾ we are using it in a metaphorical sense, as you know. A metaphorical extension of the literal meaning of taste, which indicates critical judgment, which indicates a capacity to discern and relish subtle qualities connected with literary matters, with artistic matters, not necessarily literary or literature and art. You can also use the word taste in connection with lifestyle, eating habits, dress habits, and certainly arts and letters. ഈ ടേസ്റ്റിന്റെ അല്ലെങ്കിൽ അഭിരുചിയുടെ അഭിരുചി എന്ന വാക്ക് പ്രത്യേകിച്ച് ഉപയോഗിക്കുമ്പോൾ നമുക്ക് നമ്മുടെ മനസ്സിൽ വരുന്നത് ഒരു വ്യക്തിയാണ്. പലപ്പോഴും അഭിരുചി എന്നത് വ്യക്തിനിഷ്ഠമാണ്. അഭിരുചിയെ കുറിച്ചുള്ള അല്ലെങ്കിൽ രുചിയെ കുറിച്ചുള്ള പഠനങ്ങൾ, ഇഫ് യു ഫോളോ ദം വെരി ക്ലോസ്ലി, യു വുഡ് റിയലൈസ് ദാറ്റ് ദേ ആർ മോസ്റ്റ്ലി അബൌട്ട് ഇൻഡിവിജ്വൽ ടേസ്റ്റ്. തീർച്ചയായും അടുത്ത കാലത്ത് you have because of the intervention of several social scientists and others, you have the approach changing. You have people talking about the sociological dimension of taste. One of the important works which discussed not very recently, maybe about 60 years ago, after the 1950s, let us say, was a book under the same name that we are using for this lecture, Critique of Taste. This is in Italian. This was published in 1960 by the Italian literary scholar Della Volpe. Galvano della Volpe, which is generally regarded as as an exposition of the historical materialist aesthetic, because della Volpe happens to be a very important Marxist literary scholar. Another scholar who has again discussed taste in connection with the sociological dimension would be Pierre Bourdieu. So I'll be talking later in this lecture about Pierre Bourdieu in detail, but Pierre Bourdieu's distinction especially is, again, it also in its subtitle carries this idea of, taste subjected to a critique. Distinction, that is the title of Bourdieu's work. But otherwise, you see, taste, of course, is not a very, very old word in the metaphorical sense that we are using.
People started using the idea of taste, the concept of taste, with reference to art and letters, only in the 18th century and after the 18th century. Before that, you generally talked about the eye as the model of literary perception. Taste is appearing in literary discussions in the 18th century more as an individual attribute. That is the most important thing we have to remember in connection with the development of taste as an aesthetic concept. Taste is an individual attribute because, unlike the visual kind of perception, unlike the experience that you have visually, taste is, you do not know how something is, how something is experienced, the taste of something that another person would experience. How it is, we have no idea. Whereas, in the case of visual experience, we, there again, there is a possibility that the individual might be experiencing it in a different way. Nevertheless, we generally assume that, we have a common platform for visual experiences. ഇല്ലേ, നമ്മൾ കണ്ണിൽ ദൃശ്യാനുഭവം എന്ന് പറയുന്നത്, ഞാനും എൻ്റെ സുഹൃത്തും ഒരു കാര്യം കാണുകയാണ്. അപ്പൊ ഞങ്ങൾ രണ്ടുപേരുടെയും കാഴ്ചയിൽ കാര്യമായ വ്യത്യാസം ഉണ്ടാവില്ല എന്നുള്ളത് ഏകദേശം നമ്മൾ അംഗീകരിക്കുന്ന വസ്തുതയാണ്. നേരെമറിച്ച് ടേസ്റ്റിന്റെ കാര്യം അതല്ല. ടേസ്റ്റ് എന്ന് പറയുന്നത് വളരെ വ്യക്തിനിഷ്ഠമായ ഒരു അനുഭവമാണ്. എനിക്ക് ഒരു വസ്തു ടേസ്റ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്, ഒരു ഭക്ഷണ പദാർത്ഥം, ഒരു കറി, അത് ടേസ്റ്റ് ചെയ്യുന്നത്, അതിന്റെ ടേസ്റ്റ് എന്താണ് എന്നുള്ളത് എനിക്ക് മാത്രമേ അനുഭവിക്കാൻ പറ്റുള്ളൂ. അപ്പൊ അതുകൊണ്ടാണ് അതിനൊരു ഇൻഡിവിജ്വൽ എന്ന് പറയാവുന്ന ഒരു ഡയമെൻഷൻ ഉണ്ട്, ഇൻഡിവിജ്വലിസ്റ്റിക് എന്ന് പറയാവുന്ന ഡയമെൻഷൻ ഉണ്ട്. അതാണ് പഴയ സാഹിത്യാനുഭവത്തിൽ നിന്ന്, അല്ലെങ്കിൽ പഴയ ദൃശ്യാനുഭവം, അല്ലെങ്കിൽ കേൾവിയിലൂടെ വരുന്ന അനുഭവം, ഇതുമായിട്ടൊക്കെ കമ്പയർ ചെയ്യുമ്പോൾ ഈ രുചി എന്ന അനുഭവത്തിനുണ്ടാകുന്ന സവിശേഷത ഇതാണ്. ഇത് വാസ്തവത്തിൽ 18ാം നൂറ്റാണ്ടിന് ശേഷം ഉണ്ടായ ഡിസ്കഷനുകളിലൊക്കെ തന്നെ ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമായി മാറിയിട്ടുണ്ട്, ഇതിന്റെ ഒരു വ്യക്തിനിഷ്ഠമായ സ്വഭാവം. അതുകൊണ്ടാണ് നിങ്ങൾ 18ാം നൂറ്റാണ്ടിൽ റൊമാൻറ്റിക്കുകളാണ് പ്രത്യേകിച്ച് ഈ ടേസ്റ്റിനെ പറ്റി വളരെ വിശദമായി സംസാരിച്ചത്. ബ്രിട്ടീഷ് റൊമാൻറ്റിക്കുകൾ, ഇപ്പോൾ കോളറിഡ്ജ്, വേർഡ്സ്വർത്ത്, അവരൊക്കെ തന്നെ ടേസ്റ്റിനെ ഫോക്കസ് ചെയ്തുകൊണ്ട് ധാരാളം സ്റ്റേറ്റ്മെന്റ്സ് നടത്തുന്നുണ്ട്. എങ്ങനെ നമ്മുടെ ടേസ്റ്റുകൾ നവീകരിക്കണം, ഹൗ വി ഹാവ് ടു റിഫൈൻ അവർ ടേസ്റ്റ്. ഈ ഒരു ചോദ്യം, യു ഹാവ് ഇൻ ഫാക്ട് എ വെരി important essay by the writer of the Romantic period, William Hazlitt. William Hazlitt ഒരു വലിയൊരു essayist ആണ്. Of course, you must have done some of his essays as part of your course. In William Hazlitt's On Gusto, that is the title of the essay. I remember that some of the MA batches have done this as part of their romantic tradition paper. On Gusto. On Gusto, if you look at On Gusto, you would see that, Hazlitt is trying to present a model of good taste and talking about the importance of that, especially in the appreciation of artworks, if you remember. So, അതുമാതിരിയുള്ള ഈ ടേസ്റ്റിനെ കുറിച്ച് വളരെ ഇൻഡിവിജ്വലിസ്റ്റിക്കായി പരാമർശിക്കുന്ന തരത്തിലുള്ള സമീപനങ്ങൾ, അതാണ് കണ്ടിന്യൂ ചെയ്യുന്നത്. പിന്നീട് നമുക്ക് വാൾട്ടർ പേറ്ററിൽ കാണാം, മാത്യു ആർണൾഡിൽ കാണാം ടേസ്റ്റിന്റെ ഈ പ്രാധാന്യം, ടേസ്റ്റ് എങ്ങനെ ഒരാളുടെ സംസ്കാരവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നു എന്നുള്ള
വിഷയം. യു ക്യാൻ സീ അഗെയിൻ, അത് വളരെ കൃത്യമായി ഒരു ടാബ്ലറ്റ് രീതിയിൽ അവതരിപ്പിക്കുന്ന തരത്തിലുള്ള ഒരു പഠനം in 1909 Arnold Bennett is an important writer of the early 20th century. Arnold Bennett, he writes an essay, a long essay called Literary Taste, How to Form It. അത് വളരെ പ്രധാനമാണ്. ആ ടൈറ്റിൽ വളരെ പ്രധാനപ്പെട്ടതാണ്. ടൈറ്റിൽ ഇതാണ്, ലിറ്റററി ടേസ്റ്റ്, ഹൗ ടു ഫോം ഇറ്റ്. അപ്പൊ ഒരു വ്യക്തിയോട് പറയാണ് എങ്ങനെയാണ് നിങ്ങൾക്ക് റിഫൈൻഡ് ആയ ടേസ്റ്റ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുക. അതിന് എന്തൊക്കെയാണ് ചെയ്യേണ്ടത്? യു ഹാവ് ടു റീഡ്, ഈ താഴെ പറയുന്ന കൃതികളൊക്കെ വായിക്കണം. അതാണ്. സോ യു ആർ ട്രൈങ് ടു കൺസ്ട്രക്ട് എ കാനൺ ഓഫ് റൈറ്റിംഗ്. These works of art are important in literature. These artworks are important in fine arts. ഇതൊക്കെ പറയാണ്. അപ്പൊ ഇത് അപ്രീഷിയേറ്റ് ചെയ്യാൻ പറ്റാത്ത, അല്ലെങ്കിൽ ഇത് മനസ്സിലാക്കാത്ത, ഇത് വായിക്കാത്ത ഒരു വ്യക്തിയെ നമുക്ക് ടേസ്റ്റ് ഉള്ള ഒരാളായി പരിഗണിക്കാൻ പറ്റില്ല. അപ്പൊ യു സീ ദാറ്റ് യു ക്ലിയർലി ഹാവ് എ ഡിവിഷൻ ബിറ്റ്വീൻ പോപ്പുലർ ലിറ്ററേച്ചർ ആൻഡ് ഹൈ ലിറ്ററേച്ചർ ബീങ് കൺസ്ട്രക്റ്റഡ് ബൈ these discussions on taste, and this is purely individual based. But this kind of an approach, it continues. ഇത് നമ്മൾ ഇതിന്റെ ഒരു ചരിത്രം പരിശോധിക്കുകയാണെങ്കിൽ you would see that before the 18th century this kind of an approach to taste was never in existence. In fact, taste is itself, ഈ അർത്ഥത്തിൽ ഒരു മെറ്റഫോറിക്കൽ സെൻസിൽ വളരെ റെയറായി മാത്രമേ അതിനു മുമ്പ് ഉള്ള പഠനങ്ങളിൽ യൂസ് ചെയ്യപ്പെടുന്നുള്ളൂ. So before the 18th century, you had no use of the word in the metaphorical sense, taste. On the other hand, as I said earlier, the eye, it was the eye that provided the model for artistic perception and appreciation. അതാണ് നമുക്ക് ഹാസ്ലിറ്റിൽ കാണാവുന്നത്. ഹാസ്ലിറ്റ് അതിൻ്റെ ഒരു തുടർച്ചയാണ് വാസ്തവത്തിൽ. ഹാസ്ലിറ്റ് ഇങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് പറയുന്നുണ്ട്, ഇങ്ങനെ ഒരു എക്സ്പ്രഷൻ ഉപയോഗിക്കുന്നത്, ദ ഐ ആസ് അക്വയറിംഗ് എ ടേസ്റ്റ് ഓർ ആപ്പിറ്റൈറ്റ് ഫോർ വാട്ട് ഇറ്റ് സീസ്. ഹാസ്ലിറ്റിനെ ആ അതിന്റെ ഒരു പഴയ ഒരു വിഷ്വൽ പെർസെപ്ഷന്റെ ഒരു തുടർച്ച ഹാസ്ലിറ്റിന്റെ ഈ പ്രയോഗത്തിൽ കാണാം. Where Hazlitt talks about the eye as acquiring a taste or appetite for what it sees. നമ്മൾ മലയാളത്തിൽ പറയുന്നില്ലേ, എന്താണ് ദൃശ്യ വിരുന്ന് എന്നൊക്കെ പറയുന്നില്ലേ, അതിന്റെ ഒരു രീതിയാണ് വാസ്തവത്തിൽ ഇദ്ദേഹത്തിൽ ഹാസ്ലിറ്റിൽ നമുക്ക് കാണാൻ പറ്റുന്നത്. എ വിഷ്വൽ ഫീസ്റ്റ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ എ ഫീസ്റ്റ് ഫോർ ദ ഐ. സോ in short, what I am suggesting is that before the 18th century, the eye was the center of artistic and literary perception. There was no reference to tongue. There was no reference to taste as a marker of interest in arts and letters prior to the 18th century. That is in the pre-modern world എന്ന് വേണമെങ്കിൽ പറയാം. കാരണം 18th century ഒരർത്ഥത്തിൽ നമ്മളെന്നല്ല, യൂറോപ്യൻ കോണ്ടെക്സ്റ്റിൽ അതിന്റെ ഒരു എക്സ്റ്റൻഷൻ ആയിട്ടാണ്, വാസ്തവത്തിൽ കൊളോണിയലിസത്തിന്റെ ഒരു ഭാഗമായിട്ടാണ് നമ്മളൊരു മോഡേൺ എന്ന് പറയാവുന്ന ഒരു വേൾഡിലേക്ക് വരുന്നത്. അപ്പോൾ ഇത് വളരെ കണ്ടൻഷ്യസ് ആയിട്ടുള്ള ഒരു ഇഷ്യൂ ആണ്. മോഡേൺ നമ്മളെങ്ങനെ അതിലേക്ക് ഞാനിപ്പോ പോകുന്നില്ല. വി വുഡ് നോട്ട് go into that complex area. പക്ഷേ we must remember that this is one reason why we consider taste to be a modern concept. Because, before that, the eye was treated as the model of literary perception or artistic perception. അതുകൊണ്ടാണ് ഇപ്പൊ കുറേയും കൂടെ തിരിച്ച് നമ്മൾ വീണ്ടും ഈ പോസ്റ്റ് മോഡേൺ എന്ന് പറയുന്ന, ഇതും അഗെയിൻ വളരെ ഡിബേറ്റബിൾ ആയിട്ടുള്ള പോയിന്റ് ആണ് ഞാൻ പറയുന്നത്. പക്ഷേ ഐ വുഡ് ലൈക്ക് യു ടു റിമെമ്പർ ദാറ്റ് വെൻ വി ടോക്ക് അബൌട്ട് ദിസ് ഇഷ്യൂ. ഇൻ ദി പോസ്റ്റ് മോഡേൺ എന്ന് പറയുന്ന വേൾഡിൽ പലപ്പോഴും ദ ഐ കംസ് ബാക്ക്. നമ്മൾ പറയാറുണ്ട് ഇറ്റ് ഈസ് ദി സൊസൈറ്റി ഓഫ് ദി സ്പെക്ടക്കിൾ എന്ന് പറയാറുണ്ട്, അല്ലേ?
സൊസൈറ്റി ഓഫ് ദ സ്പെക്ടക്കിൾ ഓർ ടിറണി ഓഫ് ദ വിസിബിൾ എന്നൊക്കെ. ടിറണി ഓഫ് ദ വിസിബിൾ എന്ന് പറയുന്നത് ഫ്രെഡറിക് ജെയിംസൺ യൂസ് ചെയ്ത ഒരു പ്രയോഗമാണ്. കാഴ്ചയുടെ ഒരു ടിറണി. അപ്പൊ കാഴ്ച എന്ന് പറയുന്നത്, ദൃശ്യാനുഭവം എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു അനുഭവമായി വീണ്ടും വരികയാണ്, തിരിച്ചു വരികയാണ് ഒരർത്ഥത്തിൽ ഈ ടേസ്റ്റിനെ പിന്തള്ളിക്കൊണ്ട്. So taste used to be dominating the scene for about 200 years, let us say, or for about 300 years or 250 years, from the 18th century to the second half of the 20th century, let us say. ആ ഒരു പെർസെപ്ഷൻ നമ്മൾ സ്വീകരിക്കുകയാണെങ്കിൽ, ആ ഒരു ഒപ്പീനിയൻ സ്വീകരിക്കുകയാണെങ്കിൽ, അത് ഇറ്റ് ഈസ് ഡിബേറ്റബിൾ അഗെയിൻ. അത് അങ്ങനെ പറയണോ? അത് ഈസ് ഇറ്റ് കോസ്മോപോളിറ്റൻ, ഈസ് ഇറ്റ് universal, or is it, is it a European concept that is being extended to the rest of the world? അത്തരം ചോദ്യങ്ങളൊക്കെ ഉണ്ട്, which are also valid. We will have to discuss in detail if we are to make sense of such ideas. Anyway, this is the position, basic position that we are trying to develop on. Now focus on the on the taste, as I said. It emerges in the 18th century with the development of a new discipline. Actually, the discipline is aesthetics. കാരണം ഈസ്തറ്റിക്സ് എന്ന് പറയുന്നത് ഇതും പലരും ശ്രദ്ധിക്കാത്ത ഒരു കാര്യമാണ്. ഈസ്തറ്റിക്സ് ഈസ് എ ന്യൂ ഡിസിപ്ലിൻ എന്ന് പറഞ്ഞാൽ പലരും ഒരുപക്ഷെ ആദ്യം അംഗീകരിച്ചെന്ന് വരില്ല. കാരണം ഈസ്തറ്റിക്സ്, വി ഹാവ് aesthetics being discussed by Aristotle, അല്ലെങ്കിൽ by Plato, അല്ലെങ്കിൽ ഇന്ത്യൻ writers. We have ഭരതന്റെ നാട്യശാസ്ത്രത്തിലൊക്കെ ഉള്ളത് ഈ ഈസ്തറ്റിക്സ് അല്ലേ എന്നുള്ള ചോദ്യം വരാം. ഒരു പരിധിവരെ വളരെ പ്രധാനപ്പെട്ട ചില പ്രശ്നങ്ങൾ ഇൻവോൾവ് ചെയ്തിട്ടുള്ള ചോദ്യം. I am not going again into that. ഒരു കാര്യം പറയാവുന്നത്, നമ്മൾ രണ്ട് പ്രശ്നമണ്ഡലങ്ങളെ കുറിച്ചാണ് സംസാരിക്കുന്നത്, അങ്ങനെയൊക്കെ പറയുകയാണെങ്കിൽ. ഭാരതീയമായ പഴയകാലത്തെ പ്രാചീനമായ ചില സങ്കല്പനങ്ങളെ നാം എങ്ങനെ ആധുനികമായ ചില സങ്കല്പനങ്ങളുമായി, അല്ലെങ്കിൽ പൗരസ്ത്യമായ ചില സങ്കല്പനങ്ങളുമായി, അല്ലെങ്കിൽ പാശ്ചാത്യമായ ചില സങ്കല്പനങ്ങളുമായി ഒക്കെ സമീകരിക്കും. ഇത്തരം ചോദ്യങ്ങളൊക്കെ വളരെ പ്രധാനപ്പെട്ടതാണ്. എന്ന് മാത്രമല്ല, ഇതിൽ ഒരു അനക്രോണിസം എന്ന് പറയില്ലേ, അനക്രോണിസത്തിന്റെ എലിമെന്റ് ഉണ്ട്. ബിക്കോസ് aesthetics was a term that was coined by someone in the 18th century. It was coined by an 18th century philosopher called Alexander Baumgarten. Alexander Baumgarten in the 18th century coined the word aesthetics for the first time. And prior to him, there was no such discipline in existence, or there was no such thought in existence before Baumgarten. അതുകൊണ്ട് തന്നെ ഈ ഡിസിപ്ലിനെ നമുക്ക് ഇതിലുള്ള ചില എലിമെന്റ്സ് ഇപ്പോൾ നമ്മൾ പറയാറില്ലേ, കൾച്ചർ സ്റ്റഡീസ് ഫോർ എക്സാമ്പിൾ ഈസ് we cannot say it has emerged from sociology, or we cannot say it has emerged from philosophy, അല്ലെങ്കിൽ it has emerged from history അല്ലെങ്കിൽ literary thought. അങ്ങനെയൊന്നും പറയാൻ പറ്റില്ല നമുക്ക്. അതേസമയത്ത് it has relations with these several disciplines. അപ്പൊ ഇതൊരു ഹിസ്റ്റോറിക്കലി കോൺസ്റ്റിറ്റ്യൂട്ടഡ് ആയിട്ടുള്ള ഒരു ഡിസിപ്ലിൻ ആണെന്ന് പറയേണ്ടി വരും. അതുമാതിരി തന്നെയാണ് ഈസ്തറ്റിക്സ്. യു ക്യാൻ സേ ഈസ്തറ്റിക്സ് ഷെയർസ് certain common elements with, let us say, rhetoric of the past, with poetics of the past. Aesthetics shares certain elements with kavyalankara in the Indian system. It shares certain ideas with kavyalakshana or with sahitya vidya. So ഇതൊക്കെയാണ് പഴയ കാലത്ത് ഉണ്ടായിരുന്ന ഇന്ത്യൻ സിസ്റ്റംസ് ഓഫ് തിങ്കിങ്. അപ്പൊ ഇതിൽ ചിലത്
ഇസ്തറ്റിക്സുമായി ഉള്ള ഐഡിയാസുമായി നമുക്ക് സമീകരിക്കാവുന്നതോ അല്ലെങ്കിൽ താരതമ്യപ്പെടുത്താവുന്നതോ ഒക്കെയാണ്. പക്ഷേ അതിൻ്റെ തുടർച്ചയാണെന്നോ അല്ലെങ്കിൽ അത് തന്നെയാണെന്നോ പറയുന്നത് ഒരുപക്ഷെ ചോദ്യം ചെയ്യപ്പെട്ടേക്കാം. എനിവേ, അത് മറ്റൊരു വിഷയമാണ്. വി ആർ അഗെയിൻ നോട്ട് ഗോയിങ് ഇൻ ടു ദാറ്റ്. ഞാൻ ഈ ഒരു കണക്ഷൻസ് ഒക്കെ നമ്മൾ മനസ്സിൽ ഉണ്ടാവണം എന്ന് മാത്രം പറയാൻ വേണ്ടിയാണ് ഞാൻ ഇത് ഉപയോഗിച്ചത്. അപ്പോൾ ഈസ്തറ്റിക്സ് ആസ് എ ഡൊമെയിൻ ഡീലിംഗ് വിത്ത് ദ സെൻസ് ഓഫ് ബ്യൂട്ടി. ഈസ്തറ്റിക് 5 ഇന്ദ്രിയങ്ങളെ കുറിച്ചാണ് പറയാറ് അല്ലേ? നമ്മൾ സാധാരണ വി ടോക്ക് അബൌട്ട് ഫൈവ് സെൻസസ്, പഞ്ചേന്ദ്രിയങ്ങളാണ്. അത് കൂടാതെ ബ്യൂട്ടിയെ മനസ്സിലാക്കാൻ അതിനെ വി ഹാവ് എ 6th സെൻസ് എന്ന് വിചാരിക്കാൻ തുടങ്ങുന്നത് ഈ കാലഘട്ടത്തിലാണ്. അവിടെയാണ് ഈ ഈസ്തറ്റിക്സ് എന്ന് പറയുന്ന ഐഡിയ ജനിക്കുന്നത്. ബേസിക്കലി ഫിലോസഫിയുടെ ഭാഗമായി, ലിറ്റററി തിയറിയോ അല്ലെങ്കിൽ ലിറ്റററി ക്രിറ്റിക്സോ ഒന്നല്ല, ഫിലോസഫിയുടെ, ഇവരൊക്കെ ഫിലോസഫേഴ്സ് ആണ്. ഈസ്തറ്റിക്സിന്റെ ആദ്യകാല പ്രയോക്താക്കൾ എന്ന് പറയാവുന്ന കാന്റ്, ഇമ്മാനുവൽ കാന്റ് കുറച്ചുകൂടി പിന്നെയാണ്, ഡേവിഡ് ഹ്യൂം അല്ലെങ്കിൽ ഹച്ചിയസൺ, ഇവരൊന്നും തന്നെ ലിറ്റററി സ്കോളേഴ്സ് ആയിരുന്നില്ല. they were all philosophers. അപ്പോൾ ഫിലോസഫിയുടെ ഒരു ഭാഗമായിട്ടാണ് വാസ്തവത്തിൽ ഈസ്തറ്റിക്സ് ജനിച്ചത് തന്നെ. അതിന്റെ ഉദ്ദേശം എന്ന് പറയുന്നത് you cannot explain the existence of certain things using your reasoning power. But there are certain things that can only be explained with the help of certain other considerations. And this consideration was named aesthetic consideration. അങ്ങനെയാണ് aesthetics വരുന്നത്. That is how, the question of taste also arises. ഇപ്പൊ ടേസ്റ്റിനെ നമ്മൾക്ക് സാധാരണ രീതിയിൽ വിശദീകരിക്കാൻ പറ്റില്ല, അല്ലെ സാധാരണ യുക്തിയുടെ പിൻബലത്തോടെ വിശദീകരിക്കാൻ പറ്റില്ല എന്ന് വരുമ്പോഴാണ് taste is to be understood by other terms, or it is to be explained using other considerations എന്നുള്ള ഒരു അവസ്ഥ വരുന്നത്. So you see, aesthetics emerged in the 18th century as a discipline that dealt with the sense of beauty, or the aesthetic sense, which was conceived as a new sense in that period by Baumgarten, certainly Baumgarten and others who came after him, people like people I mentioned, Hutchison or David Hume or others. These are questions that become relevant in the consideration of beauty, in the consideration of art and literature. So aesthetics എന്ന് പറയുന്ന വിഷയത്തിന്റെ object of knowledge എന്ന് പറയാം, അത് they are these domains: beauty, art, literature. So you talk about aesthetic sense, which deals with human experiences and feelings that produce and respond to art and beauty. So human experiences and feelings that produce beauty and also that respond to art and beauty. ഇതാണ് വാസ്തവത്തിൽ കാന്റാണ് അതിനെ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് വളരെ വലിയ ഒരു വിഷയമായി പരിവർത്തിപ്പിച്ചത്. കാന്റാണ്, ഇമ്മാനുവൽ കാന്റ് ഓഫ് ദി 18th century. കാന്റിന്റെ പ്രധാനപ്പെട്ട 3 ക്രിറ്റിക്കുകളിലാണ് വാസ്തവത്തിൽ ഈ ഒരു വിഷയം വളരെ വിശദമായി കൈകാര്യം ചെയ്യുന്നത്. കാന്റ് was he had written several other works before that. In 1787 and 88 he writes a critique of pure reason, critique of practical reason. അപ്പോൾ രണ്ടും റീസൺ, യുക്തി എന്ന് പറയുന്ന വിഷയത്തെ കേന്ദ്രീകരിച്ചുകൊണ്ടാണ്. അപ്പോൾ what Kant wanted was to have a comprehensive view of things that are experiences that an individual has in his life or her life. പക്ഷേ
അത് ഇത് കവർ ചെയ്യുന്നില്ല എന്ന് അദ്ദേഹത്തിന് മനസ്സിലാവുകയാണ്. ദീസ് critique of pure reason and critique of practical reason would not make things comprehensive. So in order to make it an explanation sufficiently comprehensive, you have to also talk about the perception of beauty and the understanding of beauty and appreciation of beauty and things of that kind. And that is where he wrote about the critique of judgment, the third critique. Critique എന്ന് പറയുന്ന ഒരു പ്രത്യേക അർത്ഥത്തിലാണ് ഉപയോഗിക്കുന്നത്. ക്രിറ്റീക്ക് എന്ന് പറയുന്നത് സാധാരണഗതി ക്രിറ്റിസിസം എന്നുള്ള അർത്ഥമല്ല. ഇഫ് വി നോ ക്രിറ്റീക്ക് ആക്ച്വലി കാന്റിലും മാർക്സിലും ഒക്കെ പലപ്പോഴും വരുന്നത് ക്രിറ്റിക്കാണ്. ഒരു ക്രിറ്റിക്കൽ ട്രഡീഷന്റെ ആളുകളാണ് അവരൊക്കെ. അതുകൊണ്ടാണ് പലപ്പോഴും കാന്റിലോ അല്ലെങ്കിൽ മാർക്സിലോ ഒക്കെയുള്ള ഈ ക്രിറ്റിക്കൽ ട്രഡീഷൻ വളരെ വിശദീകരിക്കുന്ന തരത്തിലുള്ള ചില ശ്രമങ്ങൾ പിൽക്കാലത്ത് ഉണ്ടാകുന്നത്. നമ്മൾ പറയാറില്ലേ ക്രിറ്റിക്കൽ തിയറി എന്ന് പറയാം. അഡോർണോ, ഒക്കൈമർ അവരെയൊക്കെ സാധാരണ പറയും ക്രിറ്റിക്കൽ തിയറി എന്നാണ്. ക്രിറ്റിക്കൽ തിയറി എന്ന് ഉദ്ദേശിക്കുന്നത് അവർ ദേ ആർ spokespersons of the idea of critique. Critique is not criticism. Critique is, you are exploring the conditions of possibility of the existence of reason, knowledge and freedom together. അങ്ങനെയുള്ള ആ ഒരു കോൺസെപ്റ്റ് അത് ഒരു വളരെ മോഡേൺ എന്ന് പറയാവുന്ന തരത്തിലുള്ള ഒരു കോൺസെപ്റ്റാണ്. ഇത് കാന്റ് തീർച്ചയായും ചെയ്യുന്നുണ്ട്. അതാണ് അദ്ദേഹം ക്രിറ്റിക് എന്നുള്ളത് ഉപയോഗിക്കുന്നത്. കാന്റിന്റെ ഒരു ട്രഡീഷനിൽ വരുന്ന ഫിലോസഫേഴ്സും പിൽക്കാലത്ത് ക്രിറ്റിക്കൽ ട്രഡീഷന്റെ ആൾക്കാരാണെന്ന് പറയാറുണ്ട്. ഇപ്പോൾ കാന്റ്സ് ക്രിറ്റിക് ഓഫ് ജഡ്ജ്മെന്റ് which was written in 1790, 2 years after publishing the critique of pure practical reason. In 1790, in 2 parts, he publishes this work on aesthetics. Part 1 is critique of aesthetic judgment, and part 2 is the critique of teleological judgment, what he calls teleological. Teleological means, towards with an end, with a purpose. കാരണം ആർട്ടിനെ കുറിച്ച് അദ്ദേഹം പറയുന്നത് ആർട്ട് ഹാസ് നോ പേർപ്പസ് എന്നുള്ളതാണ്. അതാണ് അവിടെ ടെലിയോളജി എന്ന് പറയുന്നത്. ഇറ്റ് ഹാസ് നോ പേർപ്പസ്. കാരണം the other kinds of activities that you engage in have some purpose behind them, have some end in mind. You have something, you intend something by that. പക്ഷെ ഇതില് this is ഇപ്പൊ ആർട്ടിനെ പറ്റി പറയില്ല നമ്മൾ ഓട്ടോണമസ്, അതാണ് ഓട്ടോറ്റീലിക് ആണെന്ന് പറയാറുണ്ട് അല്ലേ. what is autotelic? Autotelic means it is end in itself. അതിന്റെ ഉദ്ദേശം വേറൊന്നുമല്ല. അപ്പോൾ സമൂഹത്തെ നവീകരിക്കുക അല്ലെങ്കിൽ സമൂഹത്തെ പരിഷ്കരിക്കുക എന്നുള്ള ഉദ്ദേശം കലയ്ക്കുണ്ടെന്ന് പറയുന്നതിന് പിന്നെ തീർച്ചയായും അത്തരമുള്ള ഒരു പൊസിഷൻ ഉണ്ട്. പക്ഷെ പലപ്പോഴും ഇസ്തീറ്റ്സ് പറയുക അല്ലെങ്കിൽ ഇസ്തറ്റിക്സിന്റെ ആളുകൾ പറയുക കലയുടെ പേർപ്പസ് എന്ന് പറയുന്നത് കല തന്നെയാണ് എന്ന് പറയും. കല തന്നെയാണെന്ന് പറയുന്നതിന്റെ അർത്ഥം ഇതാണ്. അത് കാന്റാണ് വാസ്തവത്തിൽ. അത് ഒരു വലിയ ഒരു വിശദീകരണം എന്നുള്ള രീതിയിൽ അദ്ദേഹത്തിന്റെ ക്രിറ്റിക് ഓഫ് ജഡ്ജ്മെന്റിൽ വിവരിക്കുന്നത്. കാന്റാണ് ഈ ഒരു ആശയത്തിന്റെ ഒരു എന്താ പറയുക, ആവിഷ്കർത്താവ് എന്ന് പറയാൻ പറ്റില്ല. കാരണം അതിനു മുമ്പും ആ പൊസിഷൻ പലരും എടുത്തിട്ടുണ്ട്. പക്ഷെ അതിനെ വളരെ വിശദീകരണം, വളരെ വിസ്തരിച്ചുള്ള ഒരു വിശദീകരണവുമായി വരുന്ന ഒരു ചിന്തകൻ, ഒരു തത്വചിന്തകൻ കാന്റാണ്. അപ്പോൾ ക്രിറ്റിക് becomes an expression of critical reason in this work. It becomes an exploration of the conditions of possibility of knowledge, reason and liberty with reference to the work of art. That is important. That is the importance of this work. So what Kant in what Kant talked about here in expounding his theory of aesthetics
For him, aesthetics is one of the senses, sixth sense. In fact, he conceives of seven senses. He talks about a sense of morality also. But this sense, the sense of taste, aesthetics here becomes a realm of pure intuition. That is the important aspect of Kant's theory. It becomes a realm of pure intuition that exists prior to any conceptual formulation, prior to any kind of reasoned thinking, any kind of conceptual formulation. It comes prior to that. അപ്പോൾ അതിനെ നമുക്ക് ഒരു യുക്തിയുടെ ഭാഷയിൽ നമുക്ക് വിശദീകരിക്കാൻ പറ്റില്ല. കാന്റ് കാന്റിന്റെ ഒരു പ്രധാനപ്പെട്ട സ്റ്റേറ്റ്മെന്റ് ഉണ്ട് ഇതിനെപ്പറ്റി. ക്രിട്ടിക് ഓഫ് ജഡ്ജ്മെന്റിൽ അദ്ദേഹം ഇങ്ങനെ ഒരു സ്ഥലത്ത് പറയുന്നത്, ഇഫ് സംവൺ റീഡ്സ് മീ, this is what he says, if someone reads me his poem or takes me to a play that in the end fails to please my taste, then he can adduce famous critics of taste and adduce all rules they established as proofs that his poem is beautiful. I'll stop my ears, listen to no reason and arguments, and believe that those rules are false, since it is supposed to be a judgment of taste and not of reason. ഇതാണ് കാന്റിന്റെ വളരെ അറ്റിക്കുറുക്കിയ രീതിയിൽ കാന്റ് അദ്ദേഹത്തിന്റെ പൊസിഷൻ പറയുന്നതാണിത്. So this is Kant's position on taste. Taste brooks no reason. It has no relation with any kind of reason. You cannot use the language of reason in order to explain why you have this taste. That is the idea. He certainly uses certain technical terms. For example, he talks about art's disinterestedness. സാധാരണ പറയുന്ന ഒരു കാര്യമാണ്. ഇപ്പോൾ ആസ് സ്റ്റുഡൻസ് ഓഫ് ലിറ്ററേച്ചർ വി ഓഫൺ കം അക്രോസ് ദിസ് സ്റ്റേറ്റ്മെന്റ് ഇൻ ഡിസ്കഷൻസ് ഓഫ് ടേസ്റ്റ്, ഇൻ ഡിസ്കഷൻസ് ഓഫ് aesthetics, that art is defined by Kant as a disinterested activity. A disinterested, having no self-interest എന്നാണ് അർത്ഥം. കാരണം മറ്റ് എല്ലാ തരത്തിലുള്ള പ്രവർത്തനങ്ങൾക്കും അതിന്റെ പിന്നിലുള്ള പ്രേരണ എന്ന് പറയുന്നത് ഏതെങ്കിലും തരത്തിലുള്ള ഒരു സെൽഫ് ഇൻട്രസ്റ്റ് ആണ്. സെൽഫ് ഇൻട്രസ്റ്റിന്റെ മോശമായ അർത്ഥത്തിലല്ല, അതിന് എന്തെങ്കിലും തരത്തിലുള്ള, ഇപ്പൊ നമുക്ക് പ്ലഷർ ഉണ്ടാവണം, അല്ലെങ്കിൽ ലോകത്തെ നന്നാക്കണം, അങ്ങനെയുള്ള ചില മോറൽ പർപ്പസ്, അതൊക്കെയാണ് അതിന്റെ പിന്നിലുള്ള. അപ്പൊ അതൊക്കെ ഒരു ഇൻട്രസ്റ്റ് ആണ്. സോ ഒരു തരത്തിൽ ദിസ് ഈസ് എൻ ഇമ്പോർട്ടന്റ് ആർഗ്യുമെന്റ് of modernity also. Modernity wants the world to be ameliorated. അപ്പൊ അതിനു വേണ്ടിയിട്ടുള്ള ആക്ടിവിറ്റീസിൽ യു ഹാവ് ടു എൻഗേജ് യുവർ സെൽഫ് ഇൻ എന്നാണ് പറയാ. പക്ഷെ ദിസ് ആർട്ട് ഈസ് ഇറ്റ്സ് എ ഡിസിൻട്രസ്റ്റഡ് കൈൻഡ് ഓഫ് ആക്ടിവിറ്റി. What the kind of pleasure that art yields is disinterested pleasure. It is not the pleasure that is of practical value. അതുകൊണ്ടാണ് ഫൈൻ ആർട്സും യൂസ്ഫുൾ ആർട്സും തമ്മിലുള്ള ഡിസ്റ്റിങ്ഷൻ ഈസ്തറ്റിക്സിൽ വളരെ പ്രധാനമായി വരുന്നതാണ്. അതുകൊണ്ടാണ്, കാരണം ഇൻ ദ പാസ്റ്റ്, ഇൻ ദ പ്രീ മോഡേൺ വേൾഡ്, യു പെർഹാപ്സ് ഹാഡ് നോ distinction between useful arts and fine arts. Art could be sometimes have certain uses, certain practical uses. Art could have some practical uses. Nevertheless, you enjoy that, that kind of a position. But here you talk about art that is useful and art that is not practically important.
from a practical point of view. You don't call it useless arts, but they are fine arts. That is the focus of attention of the aesthetic philosopher. Fine arts. So this distinction is again related to disinterested pleasure. This distinction, interested. This is related to purposelessness. The idea of purposelessness. This is related to the idea of immediacy. The pleasure that you gain from art is immediate pleasure, not like the pleasure that you gain from other kinds of activities, where you may not get the pleasure immediately. Pleasure is is postponed to some other, but that you are going to get some pleasure. So this is the judgment. That's the in the title, critique of judgment. So judgment is of this kind. Sensory judgment, which does not lead to a delayed pleasure, but immediate pleasure, because it is, it is part of the object itself. That is the important thing. It is part of the object itself, art object. So this idea, this again is related to, and this doesn't come from any rational discourse. This is highly individual centered, because you are talking about certain experiences that comes directly from your individual based sensory perception. That is the important thing. So this is this is the kind of aesthetics that developed in the modern period, in the 18th century and later. The individual centered aesthetics of Kant and Descartes and David Hume and Francis Hutcheson and others. Now you can say that this is a position which dominated thinking in the past 200 years, but then recently you have this idea being questioned, and that is where the theories of Galvano de la Volpe, I mentioned at the beginning of this discussion, Critique of Taste, 1960 work, which attempts to reverse the aesthetic principles of Kant. Kant's aesthetic principles are sought to be reversed by de la Volpe's critique. What he does there is, in de la Volpe, what you have is the argument that takes a totally different position in relation to Kant. He doesn't accept this idea that art is non-rational. What de la Volpe argues there is that one can retrieve the inherently rational, the inherently intellectual nature of art. What he does there is to demonstrate that conceptual meaning is integral to aesthetic effect. So that is one way of looking at it. You can just reject Kant and develop a thesis which says that aesthetic effect, taste, can be rational. This is the position that de la Volpe takes in that long essay. You have another position that has been developed by Bourdieu, which states that which doesn't take an individual-centered position. That is the important thing. It takes a sociological kind of position, because Bourdieu is basically a sociologist. Bourdieu, who died in 2003, 2002 or 3. Bourdieu, I can tell you when he died.
he died in 2002. Bourdieu, he was trained as a philosopher, French philosopher, but then he didn't continue as a philosopher for long. He wanted to pursue his career as a philosopher initially, but then, he was sent to Algeria for military training because, they had this compulsory in France. They had this up to now, I think, until recently, I suppose, they had this practice of, compulsory military training for all young men of a certain age. And he was compelled to go to Algeria as part of this. And after, finishing his military training there at the French colony of Algeria in the early 1950s, he becomes an anthropologist there. He works on anthropology, certainly, so an offshoot of sociology, you might say. In Algeria, he carries out research on certain tribes there in Algeria, their rituals, their practices. The tribe called the Kabyle tribe, Kabyle, in Algeria. And then he decides to shift from philosophy into sociology because, that claims his interest. And later he becomes a very well-known sociologist. In fact, Distinction is often treated as one of the best books in sociology published in the 20th century. This kind of recognition was granted by the International Sociological Association. So you see, he became a very important sociologist. He was appointed to the sociology chair at College de France at that, before, I think in the 1970s, early 70s. And he continued there till his death in 2002. Now, we know Bourdieu as an important exponent of culture studies. Bourdieu is the first name that would come to one's mind when one talks about culture studies, because Bourdieu represents this integration of disciplines which culture studies also represents. Bourdieu was a philosopher. He becomes an anthropologist and does work in anthropology for some time. He works as a sociologist. He was professor of sociology, and later on he became an internationally recognized sociologist. Then he has done work on a number of areas, cutting across individual disciplines. His works are recognized as important by literary critics, by philosophers, by historians, by all kinds of specialists. So that's why we could consider this man, Bourdieu, to be a great spokesperson of interdisciplinarity, which perhaps is one of the basic hallmarks of culture studies. Now, I don't want to talk in detail about Bourdieu's sociology, which is sometimes defined as critical sociology, sometimes defined as reflexive sociology. Critical sociology because he continues the tradition of critique emblematized in the writings of Kant. That's why critical sociology. Not only Kant, but also other critical theorists who follow Kant. കാന്റിന് ശേഷം ക്രിട്ടിക്കൽ തിയറിയിൽ കാര്യമായി വർക്ക് ചെയ്തിട്ടുള്ള പലരുടെയും ആശയങ്ങൾ സ്വീകരിക്കാൻ ഇപ്പം നീറ്റ്ഷെ സംടൈംസ് റിഗാർഡഡ് ആസ് എ ക്രിട്ടിക്കൽ തിയറിസ്റ്റ്. ഞാൻ ഫ്രാങ്ക്ഫർട്ട് മാർക്സിസ്റ്റുകളുടെ കാര്യം പറഞ്ഞു. ഇവരൊക്കെ ക്രിട്ടിക്കൽ തിയറിസ്റ്റ് ആണെന്ന് പറയുന്നത് നേരത്തെ പറഞ്ഞ ഒരു ക്രിട്ടിക്കൽ ട്രഡീഷന്റെ ഒരു കണ്ടിന്യൂറ്റി നമുക്ക് അവരിൽ കാണാമെന്നുള്ളതാണ്.
ക്രിറ്റിക്കൽ ട്രഡീഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് വെറുതെ ക്രിറ്റിസിസം അല്ല, നേരെ മറിച്ച് എങ്ങനെയാണ് ഒരു സമൂഹത്തിൽ വിജ്ഞാനം, അതുപോലെ യുക്തിചിന്ത, അതുപോലെ സ്വാതന്ത്ര്യ വാഞ്ച, ഇത് മൂന്നും യോജിക്കുന്ന ഒരു മണ്ഡലം എങ്ങനെ വികസിച്ചു വരുന്നു എന്നുള്ളതാണ്. അപ്പൊ ഇത് സാധാരണഗതിയിൽ ഇത് ഒരു വിഷയമായി പലരും പരിഗണിക്കാറില്ല. പക്ഷെ അങ്ങനെയുള്ള ഒരു അപ്രോച്ച്, അങ്ങനെയുള്ള ഒരു സമീപനം വിഷയത്തിന്റെ ഭാഗമായി വികസിപ്പിക്കാൻ ശ്രമിക്കുന്നു എന്നുള്ളതാണ് ഈ തരത്തിലുള്ള ചിന്തകരെ ക്രിട്ടിക്കൽ തിങ്കേഴ്സ് എന്നുള്ള രീതിയിൽ പറയാൻ നമ്മൾ നിർബന്ധിക്കുന്നത്. അപ്പൊ അത് ദിസ് ഈസ് ദ റീസൺ വൈ വി കോൾ his sociology critical social. He doesn't call it sociology in the traditional sense. He calls it critical sociology sometimes. പക്ഷേ കുറെ കൂടുതൽ കൃതികളിലും ലേഖനങ്ങളിലും ഒക്കെ അദ്ദേഹം ഉപയോഗിക്കുന്ന പ്രയോഗം എന്ന് പറയുന്നത് റിഫ്ലക്സീവ് സോഷ്യോളജിയാണ്. റിഫ്ലക്സീവ് എന്ന് പറഞ്ഞാൽ സോഷ്യോളജി വിച്ച് റിഫ്ലക്ട്സ് അപ്പോൺ ഇറ്റ്സെൽഫ് ആസ് എ ഡിസിപ്ലിൻ. നമ്മൾ ഇങ്ങനെ ഒരു ഹയർ പൊസിഷനിൽ നിന്നുകൊണ്ട് ഒരു വ്യക്തിയായാലും ഒരു വിഷയമായാലും ഒരു ഹയർ പൊസിഷനിൽ നിന്നുകൊണ്ട് മറ്റുള്ളവരെ ജഡ്ജ് ചെയ്യുന്ന, മറ്റുള്ളവരെ കുറിച്ച് വിശകലനം ചെയ്യുന്ന ഒരു സമീപനമല്ല. നേരെ മറിച്ച് നമ്മൾ കൂടി ഈ ഒരു ക്രിട്ടിക്കിന്റെ ആംബിറ്റിൽ വരണം എന്നുള്ള നിർബന്ധം. അതാണ് സെൽഫ് റിഫ്ലക്സിവിറ്റി എന്ന് വേണമെങ്കിൽ പറയാം. സെൽഫ് റിഫ്ലക്സിവിറ്റി ബിക്കംസ് എ കീ ആസ്പെക്ട് ഓഫ് ബോർജിയൂസ് തിങ്കിങ്. അതുകൊണ്ടാണ് ബോർജുവിന്റെ ഇപ്പൊ ആദ്യം അദ്ദേഹം ഈ ഞാൻ കോളേജ് ഡി ഫ്രാൻസ് എന്ന് പറയുന്ന ഫ്രാൻസിലെ ഉന്നത വിദ്യാ സ്ഥാപനത്തിൽ അപ്പോയിന്റ് ചെയ്യപ്പെട്ടപ്പോൾ ആദ്യം നടത്തിയ ഒരു പ്രഭാഷണം, അത് സാധാരണ നടത്തുന്ന ഒരു പ്രഭാഷണം എന്നുള്ള രീതിയിലാണ് അത് പിന്നീട് പ്രസിദ്ധമാവുന്നത്. ഇനോഗ്രൽ ലെക്ചർ. യു ഹാവ് ഫൂക്കോസ് ഇനോഗ്രൽ ലെക്ചർ അറ്റ് കോളേജ് ഡി ഫ്രാൻസ്. ഫൂക്കോ വാസ് ഓൾസോ ഹിസ് കൊളീഗ് അറ്റ് കോളേജ് ഡി ഫ്രാൻസ്. ഫുക്കോവിന്റെ ഇനോഗ്രൽ ലെക്ചറും ഇതുമാതിരി തന്നെ പ്രശസ്തമാണ്. ഡിസ്കോഴ്സ് ഓൺ ലാംഗ്വേജ് എന്ന പേരിലുള്ള ദിസ് ലെക്ചർ ഈസ് കോൾഡ് എ ലെക്ചർ ഓൺ ദ ലെക്ചർ. അപ്പൊ അതാണ് ഞാൻ സെൽഫ് റിഫ്ലക്സിവിറ്റി എന്ന് പറയുന്നതിന്റെ ഒരു ഉദാഹരണമായിട്ട് നമുക്ക് പറയാവുന്നത്. ഇത് ലെക്ചറിന്റെ ടൈറ്റിൽ തന്നെയാണ്, ലെക്ചർ ഓൺ ദ ലെക്ചർ. അപ്പൊ ഇത് ഇങ്ങനെ നമ്മളിലേക്ക് തന്നെ സ്വയം തിരിഞ്ഞു നോക്കുക, അല്ലെങ്കിൽ സ്വയം ഉള്ളിലേക്ക് നോക്കുക. അതാണ് വാസ്തവത്തിൽ റിഫ്ലക്സീവ് സോഷ്യോളജി എന്ന് പറയുന്നത്. അല്ലെങ്കിൽ നിങ്ങളൊരു സോഷ്യോളജിസ്റ്റ് എന്നുള്ള നിലക്ക്, അല്ലെങ്കിൽ ഒരു ആന്ത്രോപോളജിസ്റ്റ് എന്നുള്ള നിലക്ക് ഒരു ട്രൈബൽ സൊസൈറ്റിയെ പഠിക്കുകയാണ്. അപ്പൊ ട്രൈബൽ സൊസൈറ്റിയെ നമ്മൾ അളക്കുന്നത്, അല്ലെങ്കിൽ ഈ പഠിക്കുന്ന ആൾ അളക്കുന്നത് പലപ്പോഴും അയാളുടെ സംസ്കാരത്തിലുള്ള മാനദണ്ഡങ്ങൾ ഉപയോഗിച്ചുകൊണ്ടാണ്. അപ്പോ അത് എത്രമാത്രം യൂസ്ഫുൾ ആവും എന്ന് ആരും പരിശോധിക്കാറില്ല. സാധാരണഗതിയിൽ ട്രഡീഷണൽ സോഷ്യോളജിസ്റ്റുകൾ പരിശോധിക്കാറില്ല. നേരെമറിച്ച് അത് ആദ്യം പഠന വിഷയമാക്കണമെന്നാണ് ബോർജി പറയുക. യു ഹാവ് ടു ഫസ്റ്റ് ലുക്ക് അറ്റ് യുവർ ഓൺ തിങ്കിങ്, യുവർ ഓൺ ബയസസ്, യുവർ ഓൺ ഇൻട്രസ്റ്റ്, സെൽഫ് ഇൻട്രസ്റ്റ്, യുവർ ഓൺ arguments and how they are related to your personal thought system. അപ്പൊ അങ്ങനെയുള്ള ഒരു തരം സോഷ്യോളജി വികസിപ്പിക്കാനാണ് അദ്ദേഹം നോക്കുന്നത്. ഇത് അദ്ദേഹത്തിന് കണ്ടിന്യൂസ് ആയിട്ട് അദ്ദേഹത്തിന്റെ തിങ്കിങ്ങിൽ വരുന്നതാണ്. അതുകൊണ്ടാണ് ദ ലാസ്റ്റ് കോഴ്സ് ദാറ്റ് ഹി ഡിഡ് അറ്റ് കോളേജ് ഡി ഫ്രാൻസ് വാസ് ഓൾസോ ടൈറ്റിൽഡ് ഇൻ എ സിമിലർ വേ, why the social sciences must take themselves as their object എന്നുള്ളതാണ്. Why the social sciences must take themselves as their object. That is the title of the last course he gave at College de France before his death. So what he does through such attempts is to evolve a new language of sociology which steers clear of the earlier traditional sociological approaches. അത് അദ്ദേഹത്തിന്റെ എല്ലാ കൃതികളിലും കാണാം. റൈറ്റ് ഫ്രം ദ ഏർലി വർക്ക് ദ അൾജീരിയൻസ് എന്നുള്ളതാണ് അദ്ദേഹം 1958 എഴുതിയ പുസ്തകത്തിന്റെ പേര്. അൾജീരിയയിൽ ഗവേഷണ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരുന്ന കാലത്ത് എഴുതിയ കൃതി ദ അൾജീരിയൻസ്. പിന്നീട്
ഇപ്പൊ അവസാനത്തെ ഒരു കൃതി എന്ന് പറയാവുന്ന 2001 പബ്ലിഷ് ചെയ്ത സയൻസ് ഓഫ് സയൻസ് ആൻഡ് സെൽഫ് റിഫ്ലെക്സിവിറ്റി എന്ന കൃതിയാണ്. സയൻസ് ഓഫ് സയൻസ് ആൻഡ് സെൽഫ് റിഫ്ലെക്സിവിറ്റി. അപ്പൊ അതുവരെയുള്ള കൃതികളിൽ സോഷ്യോളജിയുമായി ബന്ധപ്പെട്ട കൃതികളാണ്. അദ്ദേഹം അല്ലാതെ തന്നെ പല കൃതികൾ, ഇപ്പോൾ ഫെമിനിസത്തെ കുറിച്ചൊരു, അല്ലെങ്കിൽ വിമൻസ് പ്രോബ്ലംസിനെ പറ്റി ഒരു കൃതി എഴുതിയിട്ടുണ്ട്, ടെലിവിഷനെ പറ്റി ഒരു കൃതി എഴുതിയിട്ടുണ്ട്, അല്ലെങ്കിൽ ലിറ്റററി പ്രൊഡക്ഷനെ പറ്റി ഒരു കൃതി എഴുതിയിട്ടുണ്ട്, ആർട്ട് വേൾഡിനെ പറ്റി എഴുതിയിട്ടുണ്ട്, മ്യൂസിയത്തിനെ പറ്റി എഴുതിയിട്ടുണ്ട്, ഫോട്ടോഗ്രാഫിയെ പറ്റി. അപ്പോൾ വളരെ ഇങ്ങനെ വിശാലമായിട്ടുള്ള താല്പര്യങ്ങളുള്ള ഒരു എഴുത്തുകാരനെ കുറിച്ചാണ്, അല്ലെങ്കിൽ ഒരു സോഷ്യോളജിസ്റ്റിനെ, കൾച്ചർ സ്റ്റഡീസ് സ്കോളറെ കുറിച്ചാണ് നാം പറയുന്നത്. അപ്പോ ഇദ്ദേഹത്തിന്റെ ടേസ്റ്റിനെ പറ്റിയുള്ള ഡിസ്കഷൻ, അതാണ് നമ്മൾ കുറച്ചുകൂടി ഫോക്കസ്ഡ് ആയിട്ട് ഇപ്പൊ നോക്കുന്ന സമയത്ത്. 1 മണിക്കൂറായില്ല. ഞാൻ വളരെ ചുരുക്കി പറയാം. ടേസ്റ്റ്, ഹലോ, കുറച്ച് സമയം കൂടെ നമുക്ക് ആവാമല്ലോ അല്ലേ? അപ്പൊ ടേസ്റ്റ് എന്ന് പറയുന്നത് ബോർജുവിന്റെ ഒരു അനാലിസിസിൽ ടേസ്റ്റിനുള്ള പ്രാധാന്യം എന്ന് പറയുന്നത് അതിന്റെ ഒരു സോഷ്യൽ ഡയമെൻഷനെ അദ്ദേഹം വിശദമായി വിസ്തരിച്ച് വിശകലനം ചെയ്യാൻ ശ്രമിക്കുന്നു എന്നുള്ളതാണ്. കാരണം ടേസ്റ്റ് ബേസിക്കലി നാം ആദ്യം കണ്ടത്, ഞാൻ അതിനു വേണ്ടിയിട്ടാണ് കാന്റിനെ കുറിച്ചും മറ്റേ ഇസ്തെറ്റിക്സിന്റെ ആദ്യകാല പ്രൊപ്പണൻസിന്റെ ആശയങ്ങളെ കുറിച്ചും ഒക്കെ പറയുന്നത്. ടേസ്റ്റ് എന്നുള്ളത് ബേസിക്കലി ഒരു ഇൻഡിവിജ്വൽ ഓറിയന്റഡ് അല്ലെങ്കിൽ ഇൻഡിവിജ്വൽ സെന്റേർഡ് എന്ന് പറയാവുന്ന തരം ഫാക്കൽറ്റി ആയിട്ടാണ് പരിഗണിക്കപ്പെട്ടിരുന്നത്. പക്ഷേ what Bourdieu does is to turn taste into a sociological or into a social kind of faculty. And how does he do that? He does it by relating taste to the hierarchy of social classes in a society, hierarchy of classes in a society. So you might say that Bourdieu provides a radical critique of the judgment of taste, though he is, he comes in the Kantian tradition എന്നൊക്കെ ഇടയ്ക്ക് പറയാറുണ്ട്. ബോർജു ഏത് ട്രഡീഷനാണ് വരുന്നതെന്ന് പറയാൻ ബുദ്ധിമുട്ടാണ്. പക്ഷെ ചിലർ പറയാറുണ്ട് ബോർജു കംസ് ഇൻ ദ കാന്റിയൻ ട്രഡീഷൻ, ചിലർ പറയാറുണ്ട് ഹി കംസ് ഇൻ ദ മാർക്സിസ്റ്റ് ട്രഡീഷൻ, ചിലർ പറയാറുണ്ട് ഹി കംസ് ഇൻ എല്ലാം മറ്റേ എന്താണ് മാക്സ് വെബേറിയൻ ട്രഡീഷൻ, അങ്ങനെ പറയാറുണ്ട്. അപ്പൊ ബോർജുവിനെ ആ രീതിയിൽ നമുക്ക് കൃത്യമായി ക്ലാസിഫൈ ചെയ്യാം. ഒരിക്കലും അങ്ങനെ ബോർജുയോട് ചോദിച്ചിട്ടുണ്ട് ഒരു ഇന്റർവ്യൂവിൽ. യു ക്യാൻ സീ ദാറ്റ് ഇന്റർവ്യൂ ഇൻ ദ ബുക്ക് കോൾഡ് ഇൻ അതർ വേൾഡ്സ്. അങ്ങനെ ഒരു പുസ്തകം അദ്ദേഹം എഴുതിയിട്ടുണ്ട്, ഇൻ അതർ വേൾഡ്സ്. ഇൻ അതർ വേൾഡ്സ് അല്ല, ഇൻ അതർ വേർഡ്സ്. ഇൻ അതർ വേൾഡ്സ് എന്ന് പറയുന്നത് ഗായത്രി ചക്രവർത്തിയുടെ പുസ്തകത്തിന്റെ പേരാണ്, ഇൻ അതർ വേർഡ്സ്. അതില് ഒരു ഇന്റർവ്യൂ കാരൻ, ഒരു അഭിമുഖകാരൻ ബോർജിയോട് ചോദിക്കുന്നുണ്ട്, താങ്കൾ ഒരു മാർക്സിസ്റ്റ് ആണോ ഒരു മാർക്സ് വെബേറിയൻ ആണോ എന്ന് ചോദിക്കും. മാക്സ് വെബർ എന്ന് പറയുന്നത് ഒരു 19-ാം നൂറ്റാണ്ട് 20-ാം നൂറ്റാണ്ടിന്റെ ആദ്യകാലത്തൊക്കെ ഉണ്ടായിരുന്ന ഒരു സോഷ്യോളജിസ്റ്റ് ആണ് മാക്സ് വെബർ. അതിന് ബോർജി കൊടുക്കുന്ന ഉത്തരം, അതിന് അദ്ദേഹം കൃത്യമായിട്ട് ഉത്തരം കൊടുക്കുന്നില്ല. ബോർജുവിൽ ധാരാളം മാർക്സിസ്റ്റ് ഉദ്ധരണികൾ കാണാം. എന്ന് മാത്രമല്ല ബോർജുവിന്റെ ഇപ്പൊ കൾച്ചറൽ ക്യാപിറ്റൽ എന്നൊക്കെ പറഞ്ഞ ആശയം വാസ്തവത്തിൽ മാർക്സിന്റെ ആശയത്തിന്റെ ഒരു വിപുലനമാണ്, ഒരു തരത്തിലുള്ള എക്സ്പാൻഷനാണ്. അതുകൊണ്ട് ബോർജു ഒരു തരത്തിലൊരു മാർക്സിസ്റ്റ് ആണ്. അതേസമയത്ത് ബോർജുവിനോട് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്, ഞാൻ മാർക്സിനെ എൻ്റെ എല്ലാ കൃതികളും വളരെ എന്താ പറയാ കമ്പ് വായിച്ചിട്ടുള്ള ആളാണെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. 1960-കളിൽ 50-കളുടെ അവസാനവും 60-കളിലും ഞാൻ എൻ്റെ സമയം ചെലവഴിച്ചത് മാർക്സിനെ ഇങ്ങനെ വായിച്ചുകൊണ്ടാണെന്നൊക്കെ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. എന്ന് മാത്രമല്ല അദ്ദേഹത്തിന്റെ പല ആശയങ്ങളും ഗ്രാംഷിയൻ ആശയങ്ങളാണെന്ന് പലരും ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. ഗ്രാംഷിയുടെ ആശയങ്ങളാണ് ചിലതൊക്കെ വളരെ ഒരു റൂഡിമെന്ററി രൂപത്തിൽ നമുക്ക് ബോർജിയിൽ കാണാൻ പറ്റുമെന്ന് പറയാറുണ്ട്. അപ്പൊ അതും ബോർജിയോട് ചോദിച്ചിരുന്നു ഗ്രാംഷി. അപ്പൊ അദ്ദേഹം പറഞ്ഞ ഗ്രാംഷിയെ ഞാൻ അന്ന് വായിച്ചിരുന്നില്ല, ഗ്രാംഷിയെ ഞാൻ അന്ന് വായിച്ചിരുന്നെങ്കിൽ ഞാൻ ഒരുപക്ഷെ ഇതൊന്നും എഴുതുമായിരുന്നില്ല എന്ന്. കാരണം അംഗീകരിക്കുകയാണ് അദ്ദേഹം, ഗ്രാംഷിയിൽ എൻ്റെ പല ആശയങ്ങളുടെയും ആദ്യ രൂപം കാണാമെന്ന് അംഗീകരിക്കുകയാണ്.
ഇത് ചോദിച്ചപ്പോൾ മാർക്സ് ആണോ മാക്സ് വെബർ ആണോ പിന്നെ താങ്കളുടെ പ്രിഫറൻസ് എന്ന് ചോദിച്ച, അല്ല പ്രിഫറൻസ് അല്ല, താങ്കൾക്ക് കൂടുതൽ അടുപ്പം എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് അങ്ങനെയുള്ള ഒരു തെരഞ്ഞെടുപ്പ് നടത്തുന്നത് മതപരമായ ഒരു തെരഞ്ഞെടുപ്പായിരിക്കും. ഒരു മതത്തിന്റെ ഒരു കോണ്ടെക്സ്റ്റിലാണ് നിങ്ങൾ ഒരാളെ ഇങ്ങനെ തിരഞ്ഞെടുക്കുക. ഞാൻ അങ്ങനെയല്ല. I don't have that kind of a religious choice in mind when I talk about my relation with writers of the past or sociologists of the past. That is what he says. Appo Bourdieu ഞാൻ പറഞ്ഞു വന്നത് ഈ ക്രിട്ടിക്കൽ ട്രഡീഷനിലാണെങ്കിൽ പോലും അദ്ദേഹം മാർക്സിന്റെ ഈ ആശയങ്ങളെ കൂടി ഇതിലേക്ക് കൊണ്ടുവരുന്നുണ്ട് എന്ന് പറയാനാണ്. ഇപ്പൊ കാന്തിന്റെ ട്രഡീഷനിൽ പെടുന്ന ആളാണ്, പക്ഷേ ഹി ഓൾസോ ബ്രിങ്സ് ഇൻ ദ ഐഡിയാസ് ഓഫ് മാർക്സ് ഇൻ ടു ഹിസ് സോഷ്യോളജി. ദാറ്റ് ഈസ് ദ ഇമ്പോർട്ടൻറ്റ് തിങ്. And you can consider his attitude to taste or his conception of taste, which he elaborates in distinction. Distinctionന്റെ സബ്ടൈറ്റിൽ തന്നെ ഇതാണ്. Distinction is a social critique of the judgment of taste. അതാണ് അതിന്റെ സബ്ടൈറ്റിൽ. അപ്പൊ ടേസ്റ്റിനെ കുറിച്ചാണ് വാസ്തവത്തിൽ. ടേസ്റ്റിനെ അങ്ങനെ ഒരു ചാപ്റ്റർ ആയിട്ടൊന്നും ടേസ്റ്റ് എന്താന്ന് അങ്ങനെയൊന്നും പറയുന്നില്ല അദ്ദേഹം, ആ രീതിയിലല്ല. പക്ഷെ യു ക്യാൻ സീ ദാറ്റ് ഹി ഈസ് ടോക്കിംഗ് അബൌട്ട് ടേസ്റ്റ്. പക്ഷെ ടേസ്റ്റ് ഇൻ റിലേഷൻ ടു സോഷ്യൽ ക്ലാസസ്, എ ക്രിട്ടിക് ഓഫ് ദ റിലേഷൻ between culture and power, you might say. This is what you have in distinction. You might say this is an illustration that he provides of the use of the conceptual triad that he want. The conceptual triad, the three important concepts of his theory: habitus, field and cultural capital. അപ്പോൾ ഈ മൂന്ന് ആശയങ്ങളും ചേർക്കാനുള്ള അല്ലെങ്കിൽ ചേർത്ത് വിശദീകരിക്കാനുള്ള ഒരു കോണ്ടെക്സ്റ്റായി അദ്ദേഹത്തിന്റെ അക്കൗണ്ടിൽ ടേസ്റ്റ് മാറുകയാണ്. ഞാൻ ഇതിനെക്കുറിച്ച് വളരെ ചുരുക്കി മാത്രമേ ഈ ഹാബിറ്റസ്, ഫീൽഡ്, കൾച്ചറൽ ക്യാപിറ്റൽ ഇതിനെ കുറിച്ച് പറയുന്നുള്ളൂ. ഹാബിറ്റസ് എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ ഒരു സെൻട്രൽ കോൺസെപ്റ്റ് ആണെന്ന് പറയാം. അത്ര പെട്ടെന്ന് അങ്ങനെ വിശദീകരിച്ചു പോകാൻ പറ്റുന്ന കാര്യമല്ല. വളരെ കോംപ്ലക്സ് ആയിട്ടുള്ള ഒരു ആർഗ്യുമെന്റ് ആണ് വാസ്തവത്തിൽ ഹാബിറ്റസിനെ കുറിച്ച് ഉള്ള. ഞാൻ അതിന് ട്രാൻസ്ലേഷൻ കൊടുത്തിരിക്കുന്നത്, നിങ്ങൾ ചിലർ കണ്ടു കാണില്ലേ ഈ ഒരു പുസ്തകം, പിയർ ബോർജു എന്ന് പറഞ്ഞ പുസ്തകം. ഇതില് ഹാബിറ്റസിനെ ഞാൻ കൊടുത്തിരിക്കുന്ന ട്രാൻസ്ലേഷൻ ശാരീരം എന്നാണ്. ശാരീരം എന്ന് കൊടുത്തതിന്റെ കാരണം, ഹാബിറ്റസിന്റെ ഇപ്പൊ ഇംഗ്ലീഷ് ഭാഷയിലും ഹാബിറ്റസ് എന്ന് പറഞ്ഞ ഒരു വളരെ അപരിചിതമായ ഒരു വാക്കാണ്. സാധാരണഗതിയിൽ ഒരു ഇംഗ്ലീഷുകാരന്, ഒരു നല്ല എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ഒരു ഇംഗ്ലീഷുകാരൻ ഹാബിറ്റസ് എന്ന് ചോദിച്ചാൽ എന്താണെന്ന് അറിയില്ല. കാരണം ഹാബിറ്റസ് ഈസ് നോട്ട് ആൻ ഇംഗ്ലീഷ് വേർഡ് ഇൻ ദാറ്റ് സെൻസ്. ഇപ്പൊ ഹാബിറ്റസ് മലയാള വാക്കല്ലാത്തത് മാതിരി, അല്ലെങ്കിൽ ശാരീരം എന്നുള്ളത് മലയാളത്തിൽ എത്രമാത്രം അപരിചിതമാണോ അതുമാതിരി തന്നെ അപരിചിതമാണ് ഒരു ഇംഗ്ലീഷുകാരന് ഹാബിറ്റസ് എന്ന വാക്ക്. പക്ഷെ ഹാബിറ്റസും ശാരീരം എന്നതിന്റെ പലതരത്തിലും ഒരു കണക്ഷൻസ്, അതിന്റെ ഒരു സെമാന്റിക് കണക്ഷൻസ് എന്ന് പറയുന്നത് സമാനമാണ് എന്ന് വേണമെങ്കിൽ പറയാം. ആ അർത്ഥത്തിലാണ്. കാരണം ഹാബിറ്റസ് എന്നുള്ളതിന്റെ അർത്ഥം ഇങ്ങനെയൊക്കെയാണ്: ശരീരപ്രകൃതി, ശരീരത്തിന്റെ പുറംകാഴ്ച, വസ്ത്രം എന്നൊക്കെയാണ് ഹാബിറ്റസ് എന്ന ലാറ്റിൻ പദത്തിന്റെ മൂലാർത്ഥം. ശരീര സംബന്ധിയായത് ശരീരശാസ്ത്രം, ശബ്ദം, ഒച്ച തുടങ്ങിയ അർത്ഥങ്ങളാണ് ശരീരം എന്ന പദത്തിന് ഇതിൽ ശബ്ദധാരാവലി നോക്കിയാൽ കാണാം ഒക്കെ ഉള്ളത്. ജീവാത്മാവ് എന്ന അർത്ഥവും ശരീരത്തിനുള്ളതായി ശബ്ദധാരാവലിയിൽ കാണാം. അപ്പോൾ ഹാബിറ്റസ് എന്ന് പറയുന്നത് ഇതിന് സമാനമാവുന്നത് ഇതുകൊണ്ട് മാത്രമല്ല, ഈ ബോർജുവിന്റെ ഡിസ്കഷൻ കാരണം കൂടിയാണ്. കാരണം what he discusses there in his discussions of habitus, especially in distinction. habitus അദ്ദേഹത്തിന്റെ ആദ്യകാല കൃതികളിലൊക്കെ തുടരെ ഡിസ്കസ് ചെയ്യുന്ന ഒരു കോൺസെപ്റ്റാണ്. പ്രത്യേകിച്ച് ദി ലോജിക് ഓഫ് പ്രാക്ടീസ് എന്ന
അദ്ദേഹത്തിൻ്റെ കൃതി. ഡിസ്റ്റിങ്ഷൻ. ഈവൻ അതിനു മുമ്പായി ആൻ ഔട്ട്ലൈൻ ഓഫ് ദി തിയറി ഓഫ് പ്രാക്ടീസ് എന്ന ആദ്യകാല കൃതി 1971 കൃതിയാണ്. അത് മുതലേ നമ്മൾ ഹാബിറ്റസിനെ കുറിച്ചുള്ള ഡിസ്കഷൻ നോക്കിയാൽ കാണാവുന്നത്, ഹാബിറ്റസ് ഈസ് സംതിങ് ദാറ്റ് ഹി elaborates in order to bring about a reconciliation between subjectivism and objectivism. സബ്ജക്റ്റിവിസം ആൻഡ് ഒബ്ജക്റ്റിവിസം എന്ന് പറയുന്നത് മലയാളത്തിൽ വേണമെങ്കിൽ നമുക്ക്, അല്ലെങ്കിൽ സംസ്കൃതത്തിൽ നമുക്ക്, ആത്മനിഷ്ഠവാദവും വസ്തുനിഷ്ഠവാദവും തമ്മിൽ നിലനിൽക്കുന്ന ഒരു വൈരുദ്ധ്യത്തെ പരിഹരിക്കാൻ അദ്ദേഹം നടത്തുന്ന ശ്രമം എന്നൊക്കെ പറയാം. അപ്പൊ വ്യക്തി, ഒരു വളരെ ക്രൂഡായിട്ടുള്ള രീതിയിൽ ഞാൻ പറയുകയാണെങ്കിൽ, വ്യക്തി സമൂഹം, അത് ഒരു സാധാരണ നമ്മൾ ഉണ്ടാകുന്ന ഒരു ദ്വന്ദ്വമാണല്ലോ അല്ലേ, വ്യക്തി സമൂഹം. ഇപ്പൊ വ്യക്തി ഒരു ഭാഗത്ത്, സമൂഹം ഒരു ഭാഗത്ത്. അങ്ങനെയല്ലാതെ ഇതിനെ യോജിപ്പിച്ച് നമുക്ക് ആലോചിക്കാവുന്ന ഏതെങ്കിലും ആശയങ്ങൾ ഉണ്ടോ എന്നുള്ളതാണ്. അപ്പൊ ഹാബിറ്റസ് എന്നുള്ളത് വ്യക്തിധിഷ്ഠിതമായ, അതേസമയം സമൂഹത്തിനെ എക്സ്ക്ലൂഡ് ചെയ്യാത്ത ഒരു 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 ആശയമാണ് എന്ന് വേണേൽ പറയാം. വ്യക്തിയധിഷ്ഠിതമാണ്. പക്ഷെ ആത്മനിഷ്ഠം എന്ന് പറയുമ്പോൾ ഉണ്ടാകുന്ന തരത്തിലുള്ള ഒരു വിഭാഗീയത അതിനില്ല എന്നതാണ് ബോർജിയുവിന്റെ സങ്കല്പനത്തിൽ പ്രധാനമായി വരുന്നത്. ബോർജിയു talks about this habitus as individual nature that is untainted by subjectivity. Individual nature that is untainted by subjectivity. അപ്പോൾ ആത്മനിഷ്ഠതയുടെ കളങ്കം വരാത്ത തരത്തിലുള്ള ഒരു വ്യക്തി പ്രകൃതിയാണത്. അപ്പോൾ ഒരാളുടെ പ്രകൃതിയാണ്, ഒരാൾ എങ്ങനെ സമൂഹത്തിന് മുന്നിൽ സ്വയം അവതരിപ്പിക്കുന്നു, അല്ലെ സ്വയം നിർവചിക്കുന്നു. ഞാൻ എൻ്റെ ശരീരപ്രകൃതിയും എൻ്റെ ഒരു ഇരിപ്പും എൻ്റെ നടപ്പും എൻ്റെ നോട്ടവും ഒക്കെ എനിക്ക് സമ്മാനിക്കുന്ന ഒരു പ്രകൃതമുണ്ടല്ലോ, ആ പ്രകൃതമാണ് ഇത് പൂർണ്ണമായും വ്യക്തിയധിഷ്ഠിതമല്ല, അല്ലെങ്കിൽ കർത്തൃനിഷ്ഠമല്ല എന്നാണ് ബോർജിയുവിന്റെ വാദം. അതിനെയാണ് അദ്ദേഹം ഹാബിറ്റസ് എന്ന് പറയുന്നത്. അപ്പോൾ ഹാബിറ്റസ് ഈസ്, as I said, it's a category that Bourdieu has formulated in order to resolve the conflict between subjectivism and objectivism. What you could say in this context is that it is a concept, or it's an idea that internalizes the objective structure. Okay, ഒബ്ജക്റ്റീവ് സ്ട്രക്ചർ എംബോഡീഡ് എന്ന് പറയാം. ശരീരത്തിൽ അത് എങ്ങനെ മുദ്രിതമായി നിൽക്കുന്നു, നിങ്ങളുടെ ശരീരം, അങ്ങനെയാണ് അത് ഇന്റേണലൈസ്ഡ് ആവുന്നത്. അപ്പോൾ വസ്തുനിഷ്ഠ ലോകം അത് നമ്മുടെ ശരീരത്തിൽ മുദ്രിതമായി മാറുകയാണ്. ആൻഡ് ദിസ് മാനിഫെസ്റ്റ് ആസ് ഒരു മെയ്വഴക്കം എന്നുള്ള രീതിയിൽ ഇത് പ്രത്യക്ഷവൽക്കരിക്കപ്പെടുകയാണ്, സാക്ഷാത്കരിക്കപ്പെടുകയാണ്. ഇറ്റ് മാനിഫെസ്റ്റ് ആസ് എ ഫീൽ ഫോർ ദ ഗെയിം. അതാണ് മെയ്വഴക്കം എന്ന് ഞാൻ ഉദ്ദേശിച്ചത്. എ ഫീൽ ഫോർ ദ ഗെയിം. That is how he occasionally defines habitus. Habitus is a feel for the game. It's a practical sense, a system of durable dispositions. ഇതൊക്കെ അദ്ദേഹം പല സമയങ്ങളിലായി ഈ ഹാബിറ്റസിന് കൊടുക്കുന്ന നിർവചനങ്ങളാണ്. It's a system of durable and transposable dispositions, a system of durable and transposable dispositions through which one perceives, judges, and also acts in the social world. And in that sense, it is both structured and structuring. അപ്പോൾ ഒരേ സമയം കർത്തൃനിഷ്ഠവുമാണ് വസ്തുനിഷ്ഠവുമാണ്. അതുകൊണ്ടാണ് ഇറ്റ് ഈസ് സ്ട്രക്ചേർഡ് ആൻഡ് സ്ട്രക്ചറിങ്. സ്ട്രക്ചേർഡ് എന്ന് പറയുമ്പോൾ someone else structures you, and it also നിങ്ങൾക്ക് ഒരു ആക്ട് ചെയ്യാനുള്ള ഒരു റോളും അവിടെ ഉണ്ടാവുന്നുണ്ട്. അപ്പോൾ അത് സ്ട്രക്ചറിങ് ഓൾസോ. യു ക്യാൻ സ്ട്രക്ചർ ദ വേൾഡ് ഇൻ എ പർട്ടിക്കുലർ വേ, ബട്ട് യു യുവർസെൽഫ് ആർ സ്ട്രക്ചേർഡ് ഇൻ എ പർട്ടിക്കുലർ വേ. അപ്പൊ ഇങ്ങനെയുള്ള ഒരു ഒരു ഭാവത്തെ അല്ലെങ്കിൽ ഒരു പ്രകൃതത്തെയാണ് ഹാബിറ്റസ് എന്ന് പറയുന്നത്. ഹാബിറ്റസ് എന്ന് പറയുമ്പോൾ
നിങ്ങളുടെ ശരീരപ്രകൃതി മാത്രമല്ല, നിങ്ങളുടെ വസ്ത്രധാരണ, അതൊക്കെ നിങ്ങളിൽ മുദ്രിതമായിരിക്കുകയാണ്. അപ്പൊ അത് നിങ്ങളെ ഒരു ഒരു എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ഒരാളാണ് എന്ന് ഒരു അൺഎഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആൾക്കാരുടെ ഒരു കൂട്ടത്തിൽ നിങ്ങൾ പോയാൽ നിങ്ങളെ തിരിച്ചറിയാൻ മറ്റുള്ളവർക്ക് കഴിയുന്നു. അത് നിങ്ങളുടെ ഒരു ഹാബിറ്റസായി മാറും. അപ്പൊ നിങ്ങൾക്കറിയാം എങ്ങനെയാണ് പെരുമാറേണ്ടത് ഒരു സമൂഹത്തിൽ. ഒരു സിവിലൈസ്ഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ഒരാൾ എങ്ങനെയാണ് പെരുമാറേണ്ടത്. അതുപോലെ ആ രീതിയിലുള്ള പെരുമാറ്റം നിങ്ങളിൽ നിന്നുണ്ടാവുന്നു. ആ രീതിയിലുള്ള ഭക്ഷണ രീതികൾ അല്ലെങ്കിൽ ഭക്ഷണക്രമം അതൊക്കെ ഉണ്ടാകുന്നു. വസ്ത്രധാരണ രീതി ഉണ്ടാകുന്നു. സോഷ്യൽ ബിഹേവിയർ അങ്ങനെയാവുന്നു. അതാണ് ഹാബിറ്റസ്. അപ്പോൾ ഇറ്റ് ഈസ് നോട്ട് പ്യൂർലി പേഴ്സണൽ. യു സി, ഇറ്റ്സ് നോട്ട് പ്യൂർലി പേഴ്സണൽ. It is something that you have developed by contact with society. ഒരു പ്രത്യേക ട്രെയിനിങ്ങിന്റെ ഭാഗമാണ്. കാരണം നിങ്ങൾ പ്രത്യേക രീതിയിൽ ഒരു പ്രത്യേക സാമൂഹിക സാഹചര്യത്തിൽ വളർന്നതുകൊണ്ടാണ്. പ്രത്യേകമായ രീതിയിൽ നിങ്ങൾ ട്രെയിൻ ചെയ്യപ്പെട്ടത് കൊണ്ടാണ്. അപ്പൊ ഇതൊക്കെ അതൊരു ഹിസ്റ്ററിയാണ്. അതുകൊണ്ടാണ് അത് ഈ പല സ്ട്രക്ചറലിസ്റ്റുകളും വിചാരിക്കുന്നത് പോലെ അത് ചരിത്രവുമായി ബന്ധമില്ലാത്ത കാര്യമല്ല. അത് അദ്ദേഹം പ്രത്യേകിച്ച് പറയുന്നുണ്ട്. അതാണ് നേരത്തെ ഞാൻ പറഞ്ഞ ഒബ്ജക്റ്റിവിസം സബ്ജക്റ്റിവിസം എന്ന് പറയുന്നത് വേണമെങ്കിൽ അദ്ദേഹത്തിന്റെ ഒരു തിയററ്റിക്കൽ വളർന്നു വന്ന തിയററ്റിക്കൽ കോണ്ടെക്സ്റ്റുമായി ബന്ധിപ്പിക്കുകയാണെങ്കിൽ, വേണമെങ്കിലല്ല, അദ്ദേഹം തന്നെ അങ്ങനെ ചെയ്യുന്നുണ്ട്. അതിനെ സ്ട്രക്ചറലിസത്തിന്റെയും ഫിനോമിനോളജിയുടെയും രീതികളെ സമരസപ്പെടുത്താനുള്ള ഒരു മാർഗമായി അദ്ദേഹം ഈ സിദ്ധാന്തത്തെ കാണുകയാണ്, അല്ലെങ്കിൽ ഈ ഒരു കൺസെപ്റ്റിനെ കാണുകയാണ്. സബ്ജക്റ്റിവിസം ആൻഡ് ഒബ്ജക്റ്റിവിസം. സബ്ജക്റ്റിവിസം എന്ന് പറയുന്നത് ഫിനോമിനോളജിയാണ്. ഒബ്ജക്റ്റിവിസം എന്ന് പറയുന്നത് സ്ട്രക്ചറലിസം ആണ്. ഇത് അദ്ദേഹം ഈ രീതിയിൽ തന്നെ പറയുന്നുണ്ട്. ചില ഓഡിയൻസിന് ഫ്രഞ്ച് ഫിലോസഫിക്കൽ ട്രഡീഷനിൽ അത്രയൊന്നും ട്രെയിനിങ് ഇല്ലാത്ത ഓഡിയൻസിനെ മീറ്റ് ചെയ്യുന്നത് കൊണ്ട് ഞാൻ ഇത് ഇങ്ങനെയല്ല പറയുന്നത്, മറ്റൊരു രീതിയിലാണെന്ന് പറഞ്ഞ് അദ്ദേഹം ഇത് സിംപ്ലിഫൈ ചെയ്യുന്ന ഒരു സമീപനവും ചില അവസരങ്ങളിൽ എടുത്തിട്ടുണ്ട്. അപ്പൊ this is his idea of habitus. So it's a product of history. Social identity inscribed in the individual body. അതുകൊണ്ടാണ് ശരീരം എന്ന് ഞാൻ പറയുന്നത്. സോഷ്യൽ ഐഡന്റിറ്റി that is inscribed in the individual body, producing individual and collective practices. അപ്പൊ ഇത് നടക്കുന്ന ഒരു ഒബ്ജക്റ്റീവ് സോഷ്യൽ സെറ്റിങ്ങിനെയാണ് അദ്ദേഹം മണ്ഡലം എന്ന് പറയുന്നത്, ഫീൽഡ് എന്ന് പറയുന്നത്. നേരത്തെ പറഞ്ഞില്ലേ, നമ്മൾ ഈ 3 കൺസെപ്ച്വൽ ട്രയഡ് എന്ന് പറഞ്ഞില്ലേ, മൂന്ന് കോൺസെപ്റ്റ്സിന്റെ ഒരു യോജിച്ചുള്ള ഒരു പ്രവർത്തന മേഖലയെ കുറിച്ചാണ് വാസ്തവത്തിൽ ടേസ്റ്റ് സംസാരിക്കുന്നത് എന്ന് പറഞ്ഞില്ലേ. ഹാബിറ്റസ്, ഫീൽഡ് ആൻഡ് കൾച്ചറൽ ക്യാപിറ്റൽ. അപ്പോൾ ഹാബിറ്റസിന്റെ നേരെ മറ്റേ പകുതിയാണെന്ന് പറയാം. ഹാബിറ്റസ് എങ്ങനെ വസ്തുനിഷ്ഠ ലോകത്തെ ആഗിരണം ചെയ്തിരിക്കുന്ന കർത്തൃനിഷ്ഠ ലോകമാണോ, അതേപോലെ ഫീൽഡ് എന്ന് പറയുന്നത് കർത്തൃനിഷ്ഠ പ്രവർത്തനങ്ങളെ ആഗിരണം ചെയ്തു നിൽക്കുന്ന വസ്തുനിഷ്ഠ ലോകമാണ് ഫീൽഡ്. അപ്പൊ ഇത് രണ്ടും they are mutually complementary. You cannot have habitus in isolation from the field. You cannot think of field without reference to the habitus. So field is the opposite of this. മണ്ഡലം എന്ന് നമുക്ക് വേണമെങ്കിൽ അതിനെ വിശദീകരിക്കാം അല്ലെങ്കിൽ ട്രാൻസ്ലേറ്റ് ചെയ്യാം. അപ്പൊ ഇത് അദ്ദേഹത്തിന്റെ മറ്റൊരു പ്രധാനപ്പെട്ട കോൺസെപ്റ്റാണ്. മൂന്നാമത്തെ കോൺസെപ്റ്റാണ് ക്യാപിറ്റൽ. ട്രയഡ് എന്ന് പറഞ്ഞില്ലേ, ക്യാപിറ്റൽ എന്ന് പറയുന്നത് തീർച്ചയായും മാർക്സിന്റെ ക്യാപിറ്റൽ അതിന്റെ പിന്നിലുണ്ട്. പക്ഷെ ബോർജുവിന്റെ ക്യാപിറ്റൽ ഒരു കുറെ കൂടി എന്താ പറയാ, ഒരു സോഷ്യൽ ഐഡിയാസിനെ എംബ്രേസ് ചെയ്യുന്ന ഒരു ഐഡിയയാണ്. He talks about non-economic forms of capital. That is the important thing. While Marx talks primarily about the economic aspect of capital, Bourdieu talks about the non-economic forms of capital. Capital in Marx, as you know, is is an expression that refers to certain social modes of production.
അല്ലേ? ചില ഉൽപാദന ബന്ധങ്ങളും ഉൽപാദന രീതികളും, മോഡ് ഓഫ് പ്രൊഡക്ഷൻ ആൻഡ് റിലേഷൻസ് ഓഫ് പ്രൊഡക്ഷൻ, ഉൽപാദന രീതികളും ഉൽപാദന ബന്ധങ്ങളും തമ്മിലുള്ള ഒരു ചർച്ചയും അതിൽ നിന്നൊക്കെ ഉണ്ടാവുന്ന ഒരു കാര്യമായാണ് മാർക്സ് ക്യാപിറ്റലിനെ കാണുന്നത്. നേരെമറിച്ച് ഇത് പഴയ, തീർച്ചയായും പരമ്പരാഗതമായ എക്കണോമിക്സിന്റെ ക്യാപിറ്റൽ നിർവചനത്തിൽ നിന്ന് വ്യത്യസ്തമാണ്. പരമ്പരാഗതമായ എക്കണോമിക്സിൽ ക്യാപിറ്റൽ എന്ന് പറയുന്നത് മണിയാണ്. മണി ഓർ അതർ അസറ്റ്സ് ദാറ്റ് കുഡ് ബി കൺവേർട്ടഡ് ഇൻ ടു മണി. ഇപ്പൊ മാർക്സ് ഇങ്ങനെ ഈ മണി മാത്രമല്ല പറയുന്നത്. മാർക്സ് he also talks about, money that is defined in a particular way, money that is the expression of certain social modes of production and relations of production. പക്ഷെ ബോർജുവിലുള്ളത് ഇത് രണ്ടുമല്ല. ബോർജുവിലുള്ളത് he talks about any asset that is tangible or intangible that could be converted into social privilege. That is the important thing. Any asset, tangible or intangible, that could be converted into social privilege. അപ്പൊ നേരത്തെ ഞാൻ പറഞ്ഞ ഹാബിറ്റസ് എന്ന് പറയുന്നത് ഒരു തരത്തിലൊരു അസറ്റാണ്. യു സി, അതൊരു അസറ്റാണ്. കാരണം ഒരു പ്രത്യേക സാമൂഹ്യ രൂപീകരണത്തിന്റെ സൃഷ്ടിയാണത്. ഒരു പ്രത്യേക ട്രെയിനിങ്ങിന്റെ സൃഷ്ടിയാണ്. ഒരു പ്രത്യേക സോഷ്യൽ ക്ലാസിന്റെ സൃഷ്ടിയാണ്. അതൊക്കെ നിങ്ങളുടെ ശരീരത്തിൽ ഇംപ്രിന്റ് ചെയ്ത് നിൽക്കുകയാണ്, ശരീരത്തിൽ മുദ്രിതമായി നിൽക്കുകയാണ്. അപ്പോൾ ദാറ്റ് ഈസ് ഓൾസോ ദി എക്സ്പ്രഷൻ ഓഫ് എ സർട്ടൻ ക്യാപിറ്റൽ. അതാണ് ഇറ്റ് ഈസ് ആൻ അസറ്റ് ദാറ്റ് കുഡ് ബി കൺവേർട്ടഡ് ഇൻ ടു സോഷ്യൽ പ്രിവിലേജ്. അപ്പൊ ടേസ്റ്റ് എന്ന് പറയുന്നത് ഈ തരത്തിലുള്ള ഒരു സോഷ്യൽ പ്രിവിലേജിന്റെ ലക്ഷണമായി ബോർജു കാണുന്നു. അല്ലെങ്കിൽ ഈ തരത്തിലുള്ള ഒരു ഹാബിറ്റസിന്റെ, ഈ തരത്തിലുള്ള ഒരു സോഷ്യൽ ക്യാപിറ്റലിന്റെ അല്ലെങ്കിൽ കൾച്ചറൽ ക്യാപിറ്റലിന്റെ ലക്ഷണമായി കൂടി ബോർജു കാണുന്നു. അതാണ് വാസ്തവത്തിൽ ടേസ്റ്റിനെ കുറിച്ച്, അതിന്റെ ഒരു സോഷ്യൽ ഡയമെൻഷനെ കുറിച്ച് ബോർജു ഉണ്ടാക്കിയിരിക്കുന്ന തിയറിയുടെ പ്രാധാന്യം. ഇത് തീർച്ചയായും പഴയ തരത്തിലുള്ള അല്ലെങ്കിൽ കാന്റിന്റെയും മറ്റും ഈസ്തറ്റിക്സിൽ വരുന്ന തരത്തിലുള്ള അഭിരുചിയെക്കുറിച്ചും രുചിയെക്കുറിച്ചുമുള്ള ധാരണകളിൽ നിന്ന് വളരെ വളരെ വ്യത്യസ്തമായ ഒരു പൊസിഷനാണ്. അപ്പൊ ഇതാണ് നമുക്ക് ഇത് ധാരാളം, ഞാൻ വളരെ ചുരുക്കിയാണ് പറഞ്ഞത്, ധാരാളം ഇതിനെക്കുറിച്ച് നമുക്ക് സംസാരിക്കാനുണ്ടാകാം. നമുക്ക് വേണമെങ്കിൽ കുറച്ച് സമയം വേണമെങ്കിൽ കുറച്ച് ഇതിനെക്കുറിച്ച് ഡിസ്കസ്, സമയം വൈകിട്ടില്ലെങ്കിൽ ചെയ്യാം. തൽക്കാലം ഇവിടെ നിർത്താം ഞാൻ, അല്ലേ? ഓക്കെ. അഭിരുചി എന്ന വിഷയത്തെ മുൻനിർത്തി വളരെ വിശദമായി സംവദിക്കുന്ന തരത്തിലുള്ളതായിരുന്നു രവീന്ദ്രൻ മാഷിന്റെ പ്രഭാഷണം. ആത്മനിഷ്ഠമായി പരിഗണിക്കപ്പെട്ടിരുന്ന ടേസ്റ്റ് എന്ന സങ്കല്പനത്തെ സാമൂഹികമായി പരിഗണിക്കുന്ന പഠനങ്ങളിലേക്കുള്ള ഒരു ചരിത്രപരമായ വികാസം വളരെ പരിമിതമായ സമയത്തിനുള്ളിൽ മാഷ് നമ്മളോട് സംവദിച്ചു. നമ്മളുടെ കാഴ്ചയെയും ചിന്തയെയും ഒക്കെ സെൽഫ് റിഫ്ലെക്സീവായി കൂടി അപഗ്രഥിക്കേണ്ടതുണ്ട് എന്ന് ഓർമ്മിപ്പിക്കുന്ന തരത്തിലുള്ള ഒരു പ്രഭാഷണമായിരുന്നു ഇത്. രവീന്ദ്രൻ മാഷിന് പ്രത്യേകം നന്ദി. അടുത്തതായിട്ട് നമ്മളുടെ ഓൺലൈൻ പ്രഭാഷണ പരമ്പരയുടെ ഒരു സ്വഭാവം എന്ന് പറയുന്നത് മുഖ്യ പ്രഭാഷണത്തിന് ശേഷം കൃഷ്ണൻ മാഷിന്റെ ആ പ്രഭാഷണത്തോടുള്ള പ്രതികരണത്തോടെ ചർച്ചയിലേക്ക് കടക്കുന്ന രീതിയിലാണ് സംവിധാനം ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ രവീന്ദ്രൻ മാഷിന്റെ പ്രഭാഷണത്തോട് സംവദിക്കുന്നതിനായിട്ട് കൃഷ്ണൻ മാഷിനെ ക്ഷണിക്കുന്നു. നല്ല ക്ലാരിറ്റിയോടുകൂടി എന്താണ് ടേസ്റ്റ് എന്ന് പറയുന്ന അല്ലെങ്കിൽ എസ്തെറ്റിക്സും ആയിട്ടുള്ള ബന്ധവും ഒക്കെ തന്നെ വളരെ ഭംഗിയായിട്ട് ചരിത്രപരമായ അത് ഇവോൾവ് ചെയ്ത ആ ഒരു വഴി വളരെ ഭംഗിയായിട്ട് ഡോക്ടർ രവീന്ദ്രൻ വരച്ച് കാണിച്ചു. അവിടെ എനിക്ക് തോന്നുന്നു ഒരു പക്ഷെ പലതവണ ആവർത്തിക്കപ്പെട്ട പദങ്ങളാണ് സ്വാഭാവികമായിട്ടും ടേസ്റ്റ്, എസ്തെറ്റിക്സ് തുടങ്ങിയ വാക്കുകൾ. അതിനോട് ഞാൻ ഇങ്ങനെയാണ് റിയാക്ട് ചെയ്യുന്നത്. ഫോർ സം റീസൺ ദ വേർഡ് സെൻസിബിലിറ്റി വാസ് നോട്ട് യൂസ്ഡ്. എനിക്ക് തോന്നുന്നു ഇതുമായി ബന്ധപ്പെടുത്തി ഒരു പക്ഷേ സംസാരിക്കാവുന്ന, ചർച്ച ചെയ്യാവുന്ന ഒരു വിഷയമായിരുന്നു എന്ന് തോന്നുന്നു സെൻസിബിലിറ്റി എന്ന് പറയുന്നത്. അത് വേണമെങ്കിൽ മറുപടിയിൽ അതിനെക്കുറിച്ചൊന്ന് സൂചിപ്പിക്കാമെന്ന് എനിക്ക് തോന്നുന്നു. അതുപോലെ
നമുക്കറിയാം in all these discussions concepts pertaining to or relating to the various senses usually find a place. നമ്മളിപ്പോൾ ഉപയോഗിക്കുന്ന വാക്ക് രുചി എന്നുള്ള വാക്ക് നമ്മൾ മലയാളത്തിൽ ടേസ്റ്റ് എന്നുള്ള അല്ലെങ്കിൽ ഭക്ഷണം കഴിക്കുന്നതുമായി ബന്ധപ്പെട്ടാണ് രുചി എന്നുള്ള വാക്ക് ഉപയോഗിക്കാറ്. സിമിലർലി നമ്മൾ മലയാളത്തിൽ ഉപയോഗിക്കുന്ന ആസ്വാദനം പോലെയുള്ള വാക്കും ഒരർത്ഥത്തിൽ ഭക്ഷണവുമായി ബന്ധപ്പെട്ട് തന്നെയാണ്. സ്വാദ് നോക്കുന്ന ഒരു പ്രക്രിയയാണ് നമ്മൾ കാണുന്നത്. അപ്പൊ പലപ്പോഴും ഒരു വ്യക്തിയുടെ ഈ സെൻസറിയായ അനുഭവങ്ങളെ ആണ് അത് ഉപയോഗിച്ചുകൊണ്ട്, അത്തരം മെറ്റഫേഴ്സ് ഉപയോഗിച്ചുകൊണ്ടാണ് ഒരു എസ്തെറ്റിക്സ് ഡെവലപ്പ് ചെയ്തു വന്നത് നമുക്ക് കാണാം. അതുപോലെ കാഴ്ച പോലും അങ്ങനെയാണ്. മറ്റ് നമ്മുടെ ഹൃദയത്തെ സ്പർശിക്കുന്ന കഥകൾ എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. അങ്ങനെ പല തരത്തിൽ ഈ സെൻസുകളെ ഉപയോഗിക്കുന്ന ഒരു സമ്പ്രദായം നമുക്ക് പല സിദ്ധാന്തങ്ങളിൽ നമുക്ക് കാണാനായിട്ട് പറ്റുന്നുണ്ട്. അതിനോടുകൂടി ഒന്ന് റിയാക്ട് ചെയ്യുന്നത് പ്രത്യേകിച്ച് സ്വാദ് എന്നുള്ള വാക്ക്, ആസ്വാദനം എന്നുള്ളതും ഇതുമായി ബന്ധപ്പെട്ടാണ്. രുചി, അഭിരുചി ഒക്കെ തന്നെ ആദ്യമായി ബന്ധപ്പെട്ട് നിൽക്കുന്നതാണ്. അതുമായിട്ടൊന്ന് റിയാക്ട് ചെയ്താൽ നന്നായിരുന്നു. അതർവൈസ് ഇറ്റ് വാസ് എ ഫാന്റാസ്റ്റിക് and also a very precise kind of elaboration or explanation of the trajectory taken by the concept of taste and aesthetics. Thank you. എനിക്കൊന്ന് മറ്റു ചോദ്യങ്ങൾ കൂടി കേട്ടതിന് ശേഷം ഒന്നിച്ച് റിയാക്ട് ചെയ്താലും മതിയാവുമായിരിക്കും. അങ്ങനെയല്ലേ നല്ലത്? അല്ലെങ്കിൽ സമയം അങ്ങനെയല്ലേ അനിറ്റ നല്ലത്? എല്ലാം കൂടെ ഒന്നിച്ച് ഞാൻ അവസാനം സംസാരിക്കാം. എങ്കിലും മതി മാഷേ. നോട്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ. ഈ പ്രഭാഷണത്തിന്റെ ഭാഗമായിട്ട് ഉണ്ടായിരുന്ന എല്ലാവർക്കും മാഷിനോട് സംശയങ്ങളോ അല്ലെങ്കിൽ കൂടുതൽ ക്ലാരിഫിക്കേഷൻസ് വേണ്ടതോ അല്ലെങ്കിൽ കൂടുതൽ കൂട്ടിച്ചേർക്കാൻ ആവശ്യമുള്ളതോ ആയ കാര്യങ്ങൾ ചോദിക്കാവുന്നതാണ്. ഹരിഹരനാണ്. ഒരു ഇടയ്ക്ക് വെച്ച് എനിക്കൊരു കണക്ഷനിൽ ചെറിയ പ്രശ്നം ഉണ്ടായിരുന്നു. അപ്പോ ഞാനിങ്ങനെ അത് കേട്ടു വന്നപ്പോ എനിക്ക് തോന്നി ഒരു പക്ഷേ മറ്റേ ഹാസ്ലിറ്റ് ഒക്കെ പറഞ്ഞ ശേഷം ഇങ്ങോട്ട് 20ാം നൂറ്റാണ്ടിലേക്ക് വരുന്നതിന് മുമ്പ് എനിക്ക് തോന്നി ഒരു പക്ഷേ നമ്മള് ഡെക്കഡന്റ് മൂവ്മെന്റ് പർട്ടിക്കുലർലി ഓസ്കർ വൈൽഡ് പേറ്ററിന്റെ മറ്റേ അതില് പേറ്റർ പറയുമ്പോ എനിക്ക് മനസ്സിൽ വരുന്നത് പേറ്റർ റെനേസാൻസിന് എഴുതിയിട്ടുണ്ടായിരുന്ന ആ ഫസ്റ്റ് എഡിഷനിൽ വന്ന കൺക്ലൂഷൻ അത് രണ്ടാമത് വിവാദമായ ശേഷം അത് മാറ്റി എഴുതുകയുണ്ടായത്. റെനേസാൻസിന് എഴുതിയിട്ടുണ്ടായിരുന്ന കൺക്ലൂഷൻ. പക്ഷെ അത് കഴിഞ്ഞിട്ട് അങ്ങോട്ട് ശിഷ്യത്വം സ്വീകരിച്ചു എന്ന് പറയുന്നില്ല. പക്ഷെ എന്നാലും വൈൽഡിനെ പോലെ ഒരാളുടെ പിക്ചർ ഓഫ് ഡോറിയൻ ഗ്രേയിലുള്ള പ്രിഫേസിലുള്ള അവസാനത്തെ വരി അതിലേക്ക് ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരുന്ന ഒരു ആർട്ടിനോടുള്ള റെസ്പോൺസ്, ഓൾ ആർട്ട് ഈസ് അൾട്ടിമേറ്റ്ലി യൂസ്ലെസ് എന്ന് പറയുന്ന ഒരു നിലയിൽ വന്നിട്ടാണ് നമ്മളെ നോവലിലേക്ക് കയറുന്നത്. അപ്പൊ എനിക്ക് തോന്നി ഒരു പക്ഷെ അതും ഇതിന്റെ ഒപ്പം തന്നെ കൂട്ടി വായിക്കുകയാണെങ്കിൽ വായിച്ചാൽ എങ്ങനെ ഉണ്ടാവും, അല്ലെങ്കിൽ അതും കൂടി പരാമർശിക്കേണ്ടതല്ലേ എന്നൊരു ചെറിയൊരു മനസ്സിലങ്ങനെ സന്ദേഹം വന്നു. അത് കൂടി ഒന്ന് ഒരു പക്ഷെ എനിക്കറിയില്ല, ഒരു പക്ഷെ അത് കുറെ കൂടി ഒരു പക്ഷെ ആശയങ്ങൾ എന്താ പറയാ വിശദീകരിക്കാൻ കുറെ കൂടി സാധിക്കും എന്നാണ് എനിക്കും തോന്നിയത്.
ഹലോ മാഷെ, അദീനാണ്. മാഷെ, മാഷ് പറഞ്ഞ അത് വളരെ എന്താണ് അതിന്റെ ഒരു ഹിസ്റ്ററിയും സാധനങ്ങളും എല്ലാം വളരെ ആധികാരികമായിട്ട് പറഞ്ഞു. പക്ഷെ ഒരു 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 സംശയം, നമ്മളും റിഫ്ലക്സീവായിട്ട് ചിന്തിക്കുകയാണെങ്കിൽ ഇപ്പം ഇങ്ങനെ നമ്മൾ സൈദ്ധാന്തികമായിട്ട് ഉള്ള കാര്യങ്ങളാണല്ലോ മാഷ് പറഞ്ഞത്. അതായത് നമ്മുടെ ഒരു സോഷ്യോളജി, നമ്മുടെ ഒരു 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 ലിറ്റററി തിയറിയെ സഹായിക്കുന്നതിൻ്റെതായിട്ടുള്ള കുറെ ഉദാഹരണങ്ങൾ. അങ്ങനെ അല്ലാതെ പക്ഷെ നമുക്ക് ഇത് ഇപ്പം ടേസ്റ്റിനെ പറ്റിയുള്ള സോഷ്യോളജിക്കലും അല്ലെങ്കിൽ ലിറ്റററി തിയറിയുടെയും ഒക്കെ കാഴ്ചപ്പാട് മാത്രമല്ല, മൊത്തത്തിൽ നമ്മുടെ ഒരു 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 സാഹിത്യത്തിന്റെ, ഇപ്പൊ ഒരു പോസ്റ്റ് മോഡേൺ എന്നൊക്കെ പറയുന്ന നമ്മുടെ ഒരു കണ്ടംപററി ആയിട്ടുള്ള ഒരു സാഹിത്യത്തിനെ ഏതെങ്കിലും രീതിയിൽ ഈ ഒരു കോൺസെപ്റ്റ് എന്നുള്ള രീതിയിലല്ല, അല്ല ഒരു സാഹിത്യത്തിന്റെ ഒരു കോണ്ടെക്സ്റ്റ് വെച്ച് പറയുമ്പോൾ എങ്ങനെ നമുക്കതിനെ ഒന്ന് അതിലേക്ക് സാഹിത്യത്തിനെ പറ്റി പറയുമ്പോൾ അതിനെ എങ്ങനെ ഒന്ന് വിവർത്തനം ചെയ്യാൻ പറ്റും എന്നും കൂടെ ഒന്ന് പറഞ്ഞു തന്നിരുന്നെങ്കിൽ നന്നായിരുന്നു. ഒരു 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 പ്രസ്ഥാനങ്ങളുടെ ഒരു ഒരു ചരിത്രമല്ല ഞാൻ ഉദ്ദേശിച്ച, പക്ഷെ ഒരു കുറച്ചും കൂടെ എന്നാലും നമ്മുടെ ഒരു ഇപ്പോഴത്തെ ഒരു സാഹിത്യത്തിന്റെ ഒരു താങ്ക് യു. മാഷ, അനിറ്റയാണ്. എനിക്കൊരു സംശയം എന്താന്ന് വെച്ചാൽ, ഈ സാഹിത്യ രൂപങ്ങളെ കുറിച്ച് പറയില്ലേ, ഇപ്പോ കവിത എന്ന് പറയുന്ന ഒരു സാഹിത്യ രൂപം, അല്ലെങ്കിൽ ഈ ചെറുകഥ, നോവൽ എന്നൊക്കെ പറയുന്ന ഈ സാഹിത്യ രൂപങ്ങള്, അതിനെ കുറിച്ചിട്ട് 2 തരം പഠനങ്ങളുണ്ടല്ലോ. ഇപ്പൊ ഈ സംസ്കാര പഠനത്തിന്റെ ഒക്കെ ഒരു ആവിർഭാവത്തോടെ വന്ന അതിനെ വേറൊരു രീതിയിൽ കാണുന്ന ഒരു തരം പഠനമുണ്ട്. അതേപോലെ തന്നെ വളരെ അതിൻ്റെതായ രീതിശാസ്ത്രം ഉപയോഗിച്ച് അതിൻ്റെതായ ചില എസ്തെറ്റിക്സ് മാത്രം ഉപയോഗിച്ച് പഠിക്കുന്ന പഠന രീതിയും ഉണ്ടല്ലോ. അപ്പോൾ ഈ 2 പഠന രീതികളിലും ഇപ്പോൾ കവിതയെക്കുറിച്ചുള്ള പഠനങ്ങളിൽ ഏറ്റവും കൂടുതൽ ഈ ഒരു ഒരു സാമ്പ്രദായിക മട്ടിലുള്ള പഠനങ്ങളാണ് കൂടുതലും കണ്ടിട്ടുള്ളത്. പക്ഷെ ഈ കഥയായാലും നോവലായാലും മാഷ് മുന്നേ പറഞ്ഞ പോലെ കുറെ കൂടെ ലോജിക്കലായിട്ടുള്ള അല്ലെങ്കിൽ റീസൺ ഒക്കെ ഉപയോഗിക്കുന്ന തരത്തിലുള്ള സാഹിത്യ രൂപങ്ങളല്ലേ. അപ്പോൾ അതിനെക്കുറിച്ചുള്ള പഠനങ്ങളും പലപ്പോഴും ഈ കവിതയൊക്കെ അപഗ്രഥിക്കുന്ന തരത്തിലുള്ള ചില രീതിശാസ്ത്രങ്ങൾ ഉപയോഗിച്ച് അപഗ്രഥിക്കുന്ന ഒരു രീതി കണ്ടിട്ടുണ്ട്. അപ്പോൾ ഈ ചെറുകഥ, നോവൽ എന്നൊക്കെ പറയുന്ന ഈ താരതമ്യേന പുതിയ സാഹിത്യ രൂപങ്ങൾ വരുമ്പോൾ എങ്ങനെയാണ് ഈ ഒരു അഭിരുചി അല്ലെങ്കിൽ ഈ ടേസ്റ്റ് എന്ന് പറയുന്ന ഒരു സങ്കല്പത്തെ ഇത്തരം പുതിയ പുതിയ സാഹിത്യ രൂപങ്ങൾ മാറ്റി തീർക്കുന്നത് എന്നുള്ളതിനെ കുറിച്ച് അറിയാൻ താല്പര്യമുണ്ട്. ഒരു കാര്യം കൂടി എന്റെ കൂടെ ചേർക്കാം. ഇന്ന് ഒരു പക്ഷേ അഭിരുചി എന്ന് പറയുന്നത് അല്ലെങ്കിൽ ആസ്വാദനം എന്ന് പറയുന്നത് ഒരു പബ്ലിഷർ ഫംഗ്ഷൻ ആണെന്നും കൂടി വേണമെങ്കിൽ പറഞ്ഞുകൂടെ എന്നൊരു ചെറിയ കുസൃത ചോദ്യം കൂടി എന്റെ ഇടയ്ക്ക് ചോദിക്കുകയാണ്. കുസൃതിയല്ലത്. ഞാനും അതെ അനീറ്റ പറഞ്ഞതിനോട് വേണമെങ്കിൽ ഒന്ന് കൂട്ടിച്ചേർക്കാമെന്ന് തോന്നുന്നു. പലപ്പോഴും നമ്മുടെ ടേസ്റ്റ് അല്ലെങ്കിൽ സെൻസിബിലിറ്റി എന്ന് പറയുന്നത് ഈസ് ടു എ ഗ്രേറ്റ് എക്സ്റ്റെന്റ് ഗവേൺഡ് ബൈ probably the way in which you conceptualize an art form. To what extent do we recognize a particular art form as an institution? അങ്ങനെ അല്ലാതെ നമ്മുടെ ഒരു കൾച്ചറൽ എക്സ്പീരിയൻസിന്റെ ഭാഗമായിട്ട് ഇതായി പോകുന്നുണ്ടാവും. അതർവൈസ് യു കോൺഷ്യസ്ലി ഐഡന്റിഫൈ സംതിങ് ആസ് എൻ ഇൻസ്റ്റിറ്റ്യൂഷൻ, ആസ് എ വർക്ക് ഓഫ് ആർട്ട്, ആസ് എ ഫോം ഓഫ് ആർട്ട്. അതും നമ്മുടെ ഒരു സെൻസിബിലിറ്റിയുടെ അല്ലെങ്കിൽ ടേസ്റ്റിന്റെ ഒക്കെ ഒരു ഇൻഡിക്കേറ്റർ ആയിട്ട് നമുക്ക് കാണാൻ പറ്റും. ഹലോ, കേൾക്കാം. പറയാമോ? ഇനിയുണ്ടോ ആരെങ്കിലും? ഹലോ, ഞാനൊരു ഇൻ ബിറ്റ്വീൻ പല ആളുകളെ പുറത്തു പോയതുകൊണ്ട് 1-2 ക്വസ്റ്റ്യൻസ് ജസ്റ്റ് ഒന്ന് ക്രോഡീകരിച്ചിട്ട് ചോദിക്കുക വിചാരിച്ചിട്ടാണ്. അപ്പം ഇവിടെ ഭയങ്കര മഴയാണ്, പക്ഷെ ഈ പ്രദേശത്ത് കുറച്ചു പേർക്ക് ഫുൾ ടൈം ഇരിക്കാൻ പറ്റിയിട്ടില്ല. അതുകൊണ്ടാണ് 2 ചോദ്യങ്ങൾ. ഒന്ന്, അഭിരുചിയും ട്രാൻസ്ലേഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ട്
ഇപ്പം ട്രാൻസ്ലേഷൻസ് പല 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 പഴയ ടെക്സ്റ്റുകളുടെയും അതായത് ഏർലി 60s എസ്പെഷ്യലി റഷ്യൻ നോവലുകളുടെ ഒക്കെ ട്രാൻസ്ലേഷൻസ് വരികയും പിന്നീട് അതുപോലെയുള്ള പല വർക്കുകളുടെയും ട്രാൻസ്ലേഷൻസ് പിന്നീട് നമുക്ക് രണ്ടാമത് പല വൈവിധ്യമാർന്ന ട്രാൻസ്ലേഷൻസ് വരുന്നുണ്ടല്ലോ. അപ്പൊ ഈ ട്രാൻസ്ലേഷൻസും ഈ അഭിരുചിയും തമ്മിൽ ഈ പറയുന്ന നമ്മുടെ അത് തമ്മിലുള്ള ഒരു ഡൈനാമിക്സ് അതിനെപ്പറ്റി ഒന്ന് സംസാരിക്കുകയാണെങ്കിൽ നന്നായിരുന്നു. പിന്നീട് മറ്റൊരു ചോദ്യം വന്നിട്ടുള്ളത് ഡിസയറുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ്. അപ്പം ഈ അഭിരുചി എന്ന് പറയുന്നത് നമ്മുടെ ഡിസയർ മനസ്സിലായി. ഓക്കെ. പിന്നെ കൾച്ചറൽ ഹെറിറ്റേജ് ഇൻഡസ്ട്രി വളരെ പോപ്പുലർ ആയിട്ട് നിൽക്കുന്ന ഒരു സമയത്ത് നമ്മളുടെ ഈ ടേസ്റ്റ് എന്ന് പറയുന്നത് പൊളിറ്റിക്കലി ആൻഡ് മാർക്കറ്റ് വൈസ് കൺസ്ട്രക്ട് ചെയ്യപ്പെടുകയും നമ്മൾ അത് വളരെയേറെ നമ്മളുടെ ഒരു കർത്തൃത്വത്തിന് അത് എംബഡഡ് ആയി തീരുകയും ചെയ്യുന്നില്ലേ എന്നുള്ളൊരു സംശയം കൂടിയുണ്ട്. അതിനോട് കൂടെ റെസ്പോണ്ട് ചെയ്താൽ നന്നായിരിക്കും. താങ്ക് യു. മറ്റ് ചോദ്യങ്ങൾ ഉണ്ടെങ്കിൽ ചോദിക്കാമോ? ഹലോ ഒരു ചോദ്യം എഴുതിയിട്ടുണ്ട് കേട്ടോ പക്ഷെ ഒരു ചോദ്യം എഴുതിയിട്ടുണ്ടെന്നോ? അല്ലേ, ഞാനത് എന്തോന്ന് എഴുതി കണ്ടു. ഞാൻ നോക്കാം. അത് വായിക്കണം. കൾച്ചർ ഇൻഡസ്ട്രിയെ കുറിച്ച്. അതെ, കൾച്ചർ ഇൻഡസ്ട്രി. ആശ, ഗോ ഹെഡ്. പറയൂ. അല്ല, അത് എഴുതിയത് മനസ്സിലായി. അത് മാത്രമേ ഉള്ളൂ ചോദ്യം. അതല്ലേ ഉദ്ദേശിച്ചത്? ഐ വുഡ് ലൈക്ക് ടു നോ യുവർ ഒപ്പീനിയൻ ഓൺ കൾച്ചർ ഇൻഡസ്ട്രി. ഓക്കെ, റൈറ്റ്. എന്താ പറഞ്ഞത്? നെറ്റ്വർക്ക് ഇഷ്യൂസ് ഉണ്ടെന്നാണ് പറയുന്നത്. ഓക്കെ. സർ, രവീന്ദ്രൻ മാഷെ ഇനി ആൻസർ ചെയ്യാൻ തോന്നുന്നു. ഞാൻ പറയാം. അതില് ഇപ്പൊ എല്ലാം വളരെ പ്രധാനപ്പെട്ട ഇഷ്യൂസ് ആണ്. ഞാനത് അങ്ങനെ എല്ലാറ്റിനും അങ്ങനെ ഒരു കൃത്യമായ മറുപടി എന്നുള്ള രീതിയിലല്ല എൻ്റെ ഒരു ജനറൽ റെസ്പോൺസ്. കാരണം ഇത്തരം ചോദ്യങ്ങളിൽ ഇപ്പൊ ടേസ്റ്റിനെ കുറിച്ച് പറഞ്ഞതുമാതിരി നമുക്ക് പലതും പല രീതിയിലും നമുക്ക് സമീപിക്കാം ഇത്തരം ചോദ്യങ്ങളെ. ഞാനിതില് ഈ ആദ്യം ഡോക്ടർ കൃഷ്ണൻ ചോദിച്ചില്ലേ സെൻസിബിലിറ്റി, ആസ്വാദനം, അല്ലെങ്കിൽ എനിക്ക് തോന്നുന്നു ഹരിഹരൻ ചോദിച്ചത് അതുമാതിരി ഒരു വേറൊരു വാക്കിനെ ഉപയോഗിക്കാൻ പറ്റുന്നതിലുള്ള ഡിസയർ എന്ന വാക്ക്. അപ്പൊ ഇതിലൊക്കെ തന്നെ എനിക്ക് അങ്ങനെ ഒരു പൊസിഷൻ ഞാൻ എടുത്തിട്ടില്ല. ഞാൻ ഇതൊക്കെ ഒരു ഇൻഡിവിജ്വൽ ബേസ്ഡ് ആണ് എന്നുള്ള ഇത് തന്നെയാണ് എനിക്ക് ഹരിഹരനോടുമുള്ള ഒരു തരത്തിൽ മറുപടി. അതിന്റെ ഒരു ബേസിക് ഫോക്കസ്, ഞാൻ ആദ്യം പറഞ്ഞതിന്റെ ബേസിക് ഫോക്കസ് എന്ന് പറയുന്നത് എങ്ങനെ ടേസ്റ്റ് ഇവോൾവ് ആസ് എൻ ഇൻഡിവിജ്വൽ എന്റർപ്രൈസ്. കാരണം പഴയ കാലങ്ങളിലുള്ള ടേസ്റ്റ് അല്ല, ഒരു ലിറ്റററി റെസ്പോൺസിനെ കുറിച്ചുള്ള ധാരണകളിൽ നിന്ന് വ്യത്യസ്തമായി ടേസ്റ്റ് എങ്ങനെ ഇറ്റ് റിഡ്യൂസ്ഡ് തിങ്സ് ടു സർട്ടൻ ഇൻഡിവിജ്വൽ ആക്ടിവിറ്റീസ്. അതാണ് ടേസ്റ്റിന്റെ, അല്ലെങ്കിൽ കാന്തിന്റെ ടേസ്റ്റിനെ കുറിച്ചുള്ള, അല്ലെങ്കിൽ ഹച്ചിയസിന്റെ ടേസ്റ്റിനെ കുറിച്ചുള്ള, അല്ലെങ്കിൽ ഹാസ്ലിറ്റിന്റെ ടേസ്റ്റിനെ, വോൾട്ടർ പൈത്തറിന്റെ ടേസ്റ്റിനെ കുറിച്ചുള്ള, ആർണൾഡ് ബെന്നറ്റിന്റെ ടേസ്റ്റിനെ കുറിച്ചുള്ള ഒക്കെ ധാരണകളുടെ ഒരു കോമൺ ഫാക്ടർ എന്ന് പറയുന്നത് ഈ കാര്യമാണ്. അപ്പൊ അതിന് നമുക്ക് പല പേരുകളും ഇപ്പോ 19-ാം നൂറ്റാണ്ടിന്റെ അവസാന കാലത്ത് പലപ്പോഴും ഉപയോഗിച്ചത് വാക്ക് ആസ്വാദനം എന്നാണ്. ഡോക്ടർ കൃഷ്ണൻ ചോദിച്ച ആസ്വാദനം എന്നുള്ള വാക്കാണ് ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. വോൾട്ടർ പൈത്തറിൽ നമുക്ക് കാണാം, they were talking about appreciation, literary appreciation. പക്ഷെ the focus was on what we generally call taste. അല്ലെ, അതിന് സെൻസിബിലിറ്റി എന്ന് ഉപയോഗിക്കാം. ഇപ്പൊ ഭാവുകത്വം എന്ന് മലയാളത്തിൽ. ഈ ടേസ്റ്റിനെ കുറിച്ച് ബോർജു എഴുതുന്നതിന് മുമ്പ് ഞാൻ എഴുതിയ ഒരു എസ്സേ, ദാറ്റ് ഈസ് an introduction to my 1914 work, I think, on ഭാവുകത്വത്തിന്റെ ഭൂമിശാസ്ത്രം എന്ന രണ്ടാമത്തെ ടൈറ്റിലുള്ള ഒരു പുസ്തകം. അതിലാണ് ടേസ്റ്റിനെ കുറിച്ച് കുറച്ച് വിശദമായിട്ടുള്ള ഒരു പരാമർശം വരുന്നത്.
അതില് ഞാൻ ഉപയോഗിച്ച വാക്ക് ഭാവുകത്വം എന്നതാണ്, സെൻസിബിലിറ്റിയാണ്. അപ്പൊ സെൻസിബിലിറ്റി ഈസ് ഓൾസോ പിന്നെ ഒരർത്ഥത്തിൽ ടേസ്റ്റുമായി ബന്ധപ്പെട്ട കാര്യം തന്നെയാണ്. അല്ലെങ്കിൽ അപ്രീസിയേഷൻ ഈസ് ഓൾസോ റിലേറ്റഡ് ടു ടേസ്റ്റ്. യു എൻജോയ് എ വർക്ക് ഓഫ് ആർട്ട്. അവിടെയാണ് ഡിസയർ എന്നുള്ളതിന്റെ ഈ ഒരു കോമൺ ഒരു എന്താ ഇൻവെന്ററിയിൽ നമുക്ക് ഉൾപ്പെടുത്താവുന്ന ഒരു വാക്കായി മാറുന്നത്. അപ്പൊ ഇതൊക്കെ തന്നെ ഞാൻ അതിന്റെ ഒരു പിന്നെ ഡൈനാമിക്സോ അതിന്റെ ഒരു എറ്റിമോളജിയോ അല്ലെങ്കിൽ അതിന്റെ ഒരു റിലേഷൻസ്, നെറ്റ്വർക്ക് ഓഫ് റിലേഷൻസ്, അതൊന്നും അല്ല ഞാൻ ആലോചിച്ചത് ഇതിന്റെ ഒരു ട്രാജക്ടറിയിൽ ഈ സമയത്ത്, അതായത് ബിറ്റ്വീൻ ദ 18th ആൻഡ് 20th സെഞ്ചുറി എങ്ങനെ ടേസ്റ്റ് വളരെ ഇൻഡിവിജ്വൽ സെന്റേർഡ് ആയിട്ടുള്ള ഒരു എന്റർപ്രൈസായി ചുരുങ്ങിപ്പോയി എന്നുള്ളതാണ്. അത് ദാറ്റ്സ് ഓൾസോ പാർട്ട് ഓഫ് an ongoing work that I am engaged in. ഒരർത്ഥത്തിൽ അല്ലെങ്കിൽ കൃത്യമായ ഒരു സിസ്റ്റം ഉണ്ടെന്നുള്ള രീതിയിലല്ല ഞാൻ പറയുന്നത്. ഇങ്ങനെ ഒരു ഐഡിയ ഓഫ് ദി ലിറ്റററി as something that is individual based. ഇപ്പൊ ലിറ്റററി എന്ന് പറയുന്നത് പഴയ ഓറൽ ട്രഡീഷനിൽ ഉദാഹരണം പറയുകയാണെങ്കിൽ ലിറ്റററി അല്ലെങ്കിൽ പഴയ വാൾട്ടർ ബെഞ്ചമിനൊക്കെ സ്റ്റോറി ടെല്ലർ എന്നുള്ള ഒരു കൺസെപ്റ്റിനെ കുറിച്ച് പറയുന്നുണ്ടല്ലോ. സ്റ്റോറി ടെല്ലർ പഴയ കാലത്ത് എന്ന് പറഞ്ഞാൽ ഒരു വലിയൊരു ഓർഗാനിക് സൊസൈറ്റിയുടെ ഭാഗമായിരുന്നു. അതിന്റെ ഒരു മൗത്ത് പീസ് എന്നുള്ള രീതിയിലാണ് ഒരു നറേറ്റർ വരുന്നത്, അല്ലെങ്കിൽ ഒരു കഥാകാരൻ വരുന്നത്, ഒരു കഥാകാരി വരുന്നത്. നേരെമറിച്ച് അത് കഥാകാരൻ എന്നുള്ളത് ഒരു വ്യക്തിയായി ചുരുങ്ങുന്ന ഒരു സമയം. ആ ഒരു പ്രോസസ്സിനെ കുറിച്ചാണ് വാസ്തവത്തിൽ ഈ രുചിയുമായി ബന്ധപ്പെടുത്തി ഞാൻ സംസാരിച്ചത്. അപ്പൊ അതിൽ നിങ്ങൾ രുചിക്ക് പകരം എന്ത് വാക്കുപയോഗിക്കുന്നു എന്നുള്ളത് ഞാൻ ഒരു ഫോക്കസ് ആയിരുന്നില്ല. അങ്ങനെ നമുക്ക് അനാലിസിസ് നടത്താൻ തീർച്ചയായും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഈ പറഞ്ഞ വാക്കുകളൊക്കെ പ്രധാനമായി വരും. സെൻസിബിലിറ്റി വരും, ആസ്വാദനം വരും, അല്ലെങ്കിൽ ഡിസയർ മറ്റൊരു തലത്തിലാണെങ്കിൽ പോലും അത് വരും. അപ്പൊ ഇങ്ങനെയുള്ളതൊക്കെ വരും. അപ്പൊ അതാണ് അതിനെപ്പറ്റി എനിക്ക് പറയാനുള്ളത്. അപ്പൊ കാരണം ഇതിങ്ങനെ പറയുന്നത് ഞാനിങ്ങനെ ഓരോ ആളും ഇൻഡിവിജ്വൽ എന്നുള്ള രീതിയിൽ ഞാൻ മറുപടി പറയല്ല, ജനറൽ ആയിട്ട് റെസ്പോണ്ട് ചെയ്യാണ്. ഞാൻ പറയുന്നത് ഇതിൽ നിന്ന് വ്യത്യസ്തമായി ടേസ്റ്റിനെ ഒരു സാമൂഹ്യ പ്രക്രിയയുടെ ഭാഗമായി കാണുക. അവിടെയാണ് ബോർജുവിന്റെ സമീപനത്തിലുള്ള വ്യത്യാസം. ടേസ്റ്റ് എന്ന് പറയുന്നത് ആരാണ് ആശ ചോദിച്ചതുമാതിരി ഇറ്റ് ബിക്കംസ് പാർട്ട് ഓഫ് ദി കൾച്ചർ ഇൻഡസ്ട്രി. ഇപ്പൊ ടേസ്റ്റിനെ രൂപീകരിക്കുന്നത് ഹരിഹരൻ സൂചിപ്പിച്ചതുപോലെ പബ്ലിഷറായി മാറുന്നു, അല്ലെങ്കിൽ കൾച്ചർ ഇൻഡസ്ട്രിയായി മാറുന്നു, അല്ലെങ്കിൽ ഹെറിറ്റേജ് ഇൻഡസ്ട്രി ടേസ്റ്റിനെ രൂപീകരിക്കുന്നതിൽ വലിയ ഒരു പങ്ക് വഹിക്കുന്നു. കാരണം നിങ്ങൾക്ക് ഇറ്റ് ഈസ് ഓൾസോ റിലേറ്റഡ് ടു സർട്ടൻ മാർക്കറ്റ് ഫോഴ്സസ്. അപ്പൊ ചില മാർക്കറ്റ് ഫോഴ്സസിന്റെ താല്പര്യങ്ങൾ സംരക്ഷിക്കാവുന്ന രീതിയിൽ നിങ്ങൾ ഈ ചായ കുടിക്കുന്നതിൽ രുചി മാതിരി തന്നെ ചായ എന്ന് പറയുന്നത് അഡ്വർടൈസ്മെന്റിലൂടെ വരുന്ന ചില താജ് എന്ന് പറയുമ്പോൾ അതിന്റെ ഒരു രുചിയാണ് പറയുന്നത്. പക്ഷെ ആ രുചിയുടെ പിന്നിൽ പ്രവർത്തിക്കുന്ന വലിയ ഒരു സംവിധാനമുണ്ടല്ലോ, ഒരു മാർക്കറ്റ് സംവിധാനം. ആ സംവിധാനം പ്രധാനമായി മാറുന്നു. അപ്പോൾ അത് ആ ഒരു സംവിധാനത്തിലേക്ക് കടക്കാനുള്ള വഴിയാണ് ഒരർത്ഥത്തിൽ ഇൻഡിവിജ്വൽ ബേസ്ഡ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ടേസ്റ്റ് എന്ന് വിചാരിക്കുന്നതിൽ നിന്നും അതിൻ്റെ ഒരു സോഷ്യൽ ഡയമെൻഷൻ വിശകലനം ചെയ്യേണ്ട ആവശ്യകതയെ കുറിച്ചുള്ള സംസാരത്തിലേക്കുള്ള മാറ്റം. അതാണ് വാസ്തവത്തിൽ എൻ്റെ ഫോക്കസ് ആയിരുന്നത്. അതാണ്. അതുകൊണ്ടാണ് ഇത്തരം ചോദ്യങ്ങൾ ഞാൻ അത്ര ശ്രദ്ധിക്കാതിരുന്നു. അധീൻ ചോദിച്ചത് ഞാനൊരു ചെറിയൊരു റെഫറൻസ് കൊടുത്തിരുന്നു. അധീൻ ചിലപ്പോൾ ആ സമയത്ത് അധീൻ ഉണ്ടായിരുന്ന ടോക്കിൽ എനിക്കറിയില്ല. ഞാൻ ഈ ടങ്ങിലുള്ള അല്ലെങ്കിൽ ടേസ്റ്റിലുള്ള ഒരു ഫോക്കസിന് പകരം you also have the focus on the eye. This used to be the focus in the past on the eye. ഞാൻ പറഞ്ഞില്ലേ ഹാസ്ലിറ്റിന്റെ എസ്സേയിൽ വരുന്ന ആ ഒരു, അല്ലെങ്കിൽ നമ്മൾ എന്താണ് ദൃശ്യവിരുന്ന് എന്നൊക്കെ പറയുന്നതിലുള്ള ആ ഒരു വലിയൊരു അർത്ഥകൽപ്പന. അപ്പൊ അത് മാറിയാണ് ഒരു ടേസ്റ്റ് എന്ന് പറയുന്നത് വളരെ വ്യക്തിഗതമായ ഒരു കാര്യമായി മാറുന്നത്. അപ്പൊ ഇത് തിരിച്ച് ഇപ്പൊ മോഡേണിറ്റിയുടെ ഒരു അതിപ്രസരം അവസാനിക്കുമ്പോൾ നമുക്ക് കാണാവുന്നത് ടേസ്റ്റിന് പകരം വീണ്ടും വിഷ്വൽ ആയിട്ടുള്ള ഒരു തലത്തിലേക്ക് കാര്യങ്ങൾ മാറുന്നതാണ്.
അതാണ് പലപ്പോഴും ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ടിറണി ഓഫ് ദ വിസിബിൾ, അല്ലെങ്കിൽ എന്താണ് സൊസൈറ്റി ഓഫ് ദ സ്പെക്ടക്കിൾ എന്നൊക്കെ പറയുന്ന തരത്തിലുള്ള സ്പെക്ടക്കിൾസിന് പ്രാധാന്യം കിട്ടുന്ന കാഴ്ചയുടെ മാർഷൽ മക്ലുഹനൊക്കെ പറയുന്ന തരത്തിലുള്ള ഒരു മാറ്റം അദ്ദേഹം പറയുന്നത് തീർച്ചയായും മറ്റു തരത്തിലുള്ള ഗ്ലോബൽ വില്ലേജിൽ എങ്ങനെ വീണ്ടും പിന്നെ ചെവി തിരിച്ചു വരുന്നു, അത്തരം ചോദ്യങ്ങളാണ്. പക്ഷെ അത്തരത്തിലുള്ള അതുമായി നമുക്ക് വേണമെങ്കിൽ പലതരത്തിലും ആശയങ്ങൾ ഉപയോഗിച്ച് വിചാരിക്കുന്ന തരത്തിലുള്ള ഒരു വലിയ മാറ്റം വരികയാണ്. അത് അങ്ങനെ വരുമ്പോൾ എനിക്ക് തോന്നുന്നത് പിന്നെ സാഹിത്യത്തെ മറ്റു രീതിയിൽ സമീപിക്കാനുള്ള ചില ഉപാധികൾ അതിൽ നിന്ന് നമുക്ക് കിട്ടുമെന്ന് തന്നെയാണ്. പക്ഷെ ഇവിടെ എനിക്ക് ശ്രദ്ധിക്കാനുള്ളത്, അതെനിക്ക് തോന്നുന്നു അനിത ഷാജി ചോദിച്ച ചോദ്യത്തിലും ആ ഒരു എന്താ ഞാൻ പറഞ്ഞതിലുള്ള വ്യക്തത കുറവാണോ എന്നറിയില്ല. ടേസ്റ്റ് എന്ന് ഞാൻ പറഞ്ഞത് നമ്മുടെ ഒരു ക്രിട്ടിക്കൽ അപ്രോച്ചിനെ കുറിച്ചല്ല. ടേസ്റ്റ് എന്ന് പറയുന്നത് ഒരു സാഹിത്യത്തിന്റെ ഒരു രീതി, അതിന്റെ രീതിശാസ്ത്രം എന്നുള്ള രീതിയിലാണ്. സാഹിത്യ വിമർശനത്തിന്റെയോ അല്ലെങ്കിൽ സാഹിത്യ പഠനത്തിന്റെയോ രീതിശാസ്ത്രമല്ല. ഇപ്പൊ റീസൺ ഉപയോഗിക്കാതെ നമുക്ക് സാഹിത്യ പഠനം നടത്താൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പറ്റുമോ? നമുക്ക് യുക്തിപൂർവമായി മാത്രമേ സാഹിത്യത്തെ കുറിച്ച് സംസാരിക്കാൻ പറ്റുള്ളൂ. മറ്റേത് ആസ്വാദനത്തിന്റെ തലത്തിൽ, അതാണ് ടേസ്റ്റിന്റെ വരെ. അത് ആ തലത്തിൽ അത് ഒരു സെക്കൻഡറി തലമാണെന്നൊന്നല്ല ഞാൻ പറയുന്നത്, അത് മറ്റൊരു തലമാണ്. നേരെ മറിച്ച് ഒരു ഗവേഷണത്തിൽ അല്ലെങ്കിൽ ഒരു സാഹിത്യ പഠിതാവിന്റെ ഒരു പ്രോജക്റ്റിന്റെ ഭാഗമായി അവിടെ യുക്തി തീർച്ചയായും പ്രയോഗിക്കേണ്ടി വരും. അത് ഏതു തരത്തിലുള്ള യുക്തിയാണ്. കാരണം യുക്തിയെക്കുറിച്ച് തന്നെ ധാരാളം സമീപന വ്യത്യാസങ്ങളൊക്കെ ഉണ്ടെന്നുള്ളത് കാര്യം അറിയാമല്ലോ. യുക്തി എന്ന് പറയുന്നത് നമ്മൾ വിചാരിക്കുന്നത് മാതിരി ഈ വളരെ ഇൻഡിവിജ്വലായിട്ട് ഒരു താർക്കിക യുക്തിയിലൂടെ അല്ലെങ്കിൽ റെട്ടറിക്കൽ എന്ന് പറയാവുന്ന ചില സ്റ്റേറ്റ്മെന്റ്സിലൊക്കെ ഉണ്ടാക്കിയെടുക്കുന്ന കാര്യമല്ല. യുക്തി എന്ന് പറയുന്നത് അതിനൊരു സാമൂഹ്യ തലമുണ്ട്. അതാണ് ഇപ്പോൾ ഡയലക്റ്റിക് ഓഫ് റീസൺ, അല്ലെങ്കിൽ ഈ ഹോക്ക്ഹൈമർ എന്ന് പറയുന്ന, ഞാൻ നേരത്തെ സൂചിപ്പിച്ചിരുന്നു, അദ്ദേഹം മാർക്സ് ഹോക്ക്ഹൈമർ, അദ്ദേഹത്തിന്റെ ഒരു പുസ്തകത്തിന്റെ പേരാണ് എക്ലിപ്സ് ഓഫ് റീസൺ. എക്ലിപ്സ് ഓഫ് റീസൺ, റീസന്റെ തിരോധാനമാണ്. റീസന്റെ തിരോധാനം എന്ന് പറയുന്നത്, അദ്ദേഹം പറയുന്നത് റീസൺ തന്നെ ഇങ്ങനെ ഒരു വ്യക്തിഗതമായ ഒരു ഫാക്കൽറ്റി എന്നുള്ള രീതിയിലേക്ക് ചുരുങ്ങി വന്നപ്പോ റീസന്റെ യുക്തിയുടെ ഒരു ഒറിജിനൽ എന്ന് വേണേ വിശേഷിപ്പിക്കാവുന്ന, ഒറിജിനൽ വിതിൻ കോട്സ്, ആ അർത്ഥം പൂർണ്ണമായി നഷ്ടപ്പെടുകയാണ്. അവിടെ യുക്തി എന്ന് പറയുന്നത് വളരെ ഇൻസ്ട്രുമെന്റൽ എന്ന് പറയാവുന്ന തരത്തിലേക്ക് നീങ്ങാണ്. അപ്പൊ അങ്ങനെയുള്ള ഒരു റീസൺ അല്ല ഉദ്ദേശിക്കുന്നത്. നേരെ മറിച്ച് റീസണ്, ഇപ്പൊ ഡയലക്റ്റിക്കൽ റീസൺ എന്നൊക്കെ പറയുന്നത്, റീസൺ അല്ലെങ്കിൽ യുക്തി എന്ന് പറയുന്നതിന് ഒരു സോഷ്യോളജിക്കൽ ഡയമെൻഷൻ ഉണ്ട് എന്ന് പറയുന്നത് അതിന്റെ മറ്റു തലങ്ങളെ കുറിച്ചുള്ള അന്വേഷണത്തിലേക്കുള്ള ആദ്യത്തെ ചുവടുവയ്പ്പാണെന്ന് വേണമെങ്കിൽ പറയാം. അപ്പൊ ആ അർത്ഥത്തിൽ എനിക്ക് തോന്നുന്നത് ചെറുകഥയെയും മറ്റു ഇതൊക്കെ അനലൈസ് ചെയ്യാൻ നിങ്ങൾ ഉപയോഗിക്കുന്നത് വെറും ടേസ്റ്റ് അല്ല. അങ്ങനെ ഉപയോഗിച്ചു കഴിഞ്ഞാൽ നമ്മൾക്ക് എനിക്ക് തോന്നുന്നത് ഒരു പ്രബന്ധം എഴുതാൻ പറ്റിയെന്ന് വരില്ല, ഒരു വിമർശന ലേഖനം എഴുതാൻ പറ്റിയെന്ന് വന്നേക്കില്ല. അപ്പൊ അതിന് തീർച്ചയായും റീസൺ വേണം. റീസൺ എന്ന് പറഞ്ഞാൽ യുക്തി വേണം. ആ യുക്തി തീർച്ചയായും ഇൻസ്റ്റിറ്റ്യൂഷണൽ യുക്തി ആവരുത്, അല്ലെങ്കിൽ ഇൻസ്ട്രുമെന്റൽ യുക്തി ആവരുത്, അല്ലെങ്കിൽ അത്തരത്തിലുള്ള ചുരുങ്ങിയ തരത്തിലുള്ള യുക്തി ആവരുത്. നേരെ മറിച്ച് dialectical kind of reason that perhaps takes into account the interaction between social forces and individual desire. അപ്പൊ അത്തരത്തിലുള്ള ഒരു യുക്തിയെ കുറിച്ച് നമുക്ക് പറയേണ്ടി വരും. അത് തന്നെയാണ് എനിക്ക് തോന്നുന്നത് അധീൻ ചോദിച്ചതിനും ആ ഒരു ഡയമെൻഷൻ ഉണ്ടെന്ന് തോന്നുന്നു. സാഹിത്യത്തിൽ നമ്മൾക്ക് ഇതെങ്ങനെയാണ് എക്സ്റ്റെൻഡ് ചെയ്ത് കൊണ്ടുപോകുക എന്നുള്ള ചോദ്യം ഉണ്ടായിരുന്നില്ലേ, അതിനും അത്തരത്തിൽ വേണേൽ നമുക്ക് പറയാം. ഇപ്പൊ ട്രാൻസ്ലേഷൻ ഓഫ് റഷ്യൻ വർക്ക്സ്, അതിന്റെ ഒരു അതുമാതിരി റഷ്യൻ എന്നല്ല, ഇപ്പൊ ട്രാൻസ്ലേഷൻ എന്ന് പറയുമ്പോൾ ഈ ഒരു ടേസ്റ്റുമായി ഇത് വാസ്തവത്തിൽ ഇപ്പൊ വിനി ചോദിച്ചത് ഈ ഞാൻ ബോർജിയെ കുറിച്ച് പറഞ്ഞ ആ ഒരു കോണ്ടെക്സ്റ്റിൽ അതിന് പ്രത്യേക സാങ്കത്യമുണ്ട്. എന്താണെന്ന് വെച്ചാൽ ബോർജിയു ഇതിനെപ്പറ്റി ഒരു എസ്സേ എഴുതിയിട്ടുണ്ട്. ബോർജിയു ഒരു ട്രാൻസ്ലേഷൻ തിയറിസ്റ്റ് ഒന്നും അല്ല, പക്ഷെ അദ്ദേഹം ആ ട്രാൻസ്ലേഷൻ എസ്സേയുടെ പേര്, ട്രാൻസ്ലേഷനെ കുറിച്ചല്ല, അത് ഇന്റർനാഷണൽ സർക്കുലേഷൻ ഓഫ് ഐഡിയാസ് എന്നാണ്. ഇന്റർനാഷണൽ സർക്കുലേഷൻ ഓഫ് ഐഡിയാസ്. അപ്പോൾ അദ്ദേഹത്തിന്റെ ഭാഷയിൽ ഫീൽഡ് എന്ന് പറഞ്ഞൊരു കൺസെപ്റ്റിനെ കുറിച്ച് ഞാൻ പറഞ്ഞില്ലേ, ഫീൽഡ് ഓഫ് പ്രൊഡക്ഷൻ, ഒരു ഉത്പാദന മണ്ഡലം,
അപ്പോൾ ഉത്പാദന മണ്ഡലത്തിന്റെ കോണ്ടെക്സ്റ്റ് ഇല്ലാതെ ഒരു കൃതി മറ്റൊരു ഭാഷയിലേക്ക് സർക്കുലേറ്റ് ചെയ്യുകയാണ് എന്നാണ് അദ്ദേഹം പറയുക. അപ്പൊ ഉൽപാദന മണ്ഡലത്തിന്റെ സാധാരണഗതിയിൽ ഒരു ഇപ്പൊ ഇവിടെ കേരളത്തില് അല്ല ഇന്ത്യയിൽ ലെറ്റസേ ഒരു മറ്റൊരു ഭാഷയിലേക്ക് തകഴിയെ ട്രാൻസ്ലേറ്റ് ചെയ്യാണ്. അപ്പൊ തകഴിയെ അല്ലെങ്കിൽ MT വാസുദേവൻ നായരെ ട്രാൻസ്ലേറ്റ് ചെയ്യാണ്. അപ്പൊ MT വാസുദേവൻ നായരെ ട്രാൻസ്ലേറ്റ് ചെയ്യുമ്പോൾ അത് ഇപ്പൊ തമിഴില് അല്ലെങ്കിൽ കന്നഡയില് അല്ലെങ്കിൽ മറാഠിയിൽ ട്രാൻസ്ലേറ്റ് ചെയ്യണം. ഈ മറാഠി ട്രാൻസ്ലേറ്റർക്ക് അല്ലെങ്കിൽ മറാഠി റീഡേഴ്സിന് അവർക്ക് MT വാസുദേവൻ നായരുടെ ഒരു പൊസിഷനെ കുറിച്ച്, ഇന്ത്യൻ സാഹിത്യത്തിൽ അദ്ദേഹത്തിനുള്ള പൊസിഷനെ കുറിച്ച് ഏകദേശ ധാരണയുണ്ടാവും. ഇപ്പൊ വിശദമായിട്ടൊന്നും പറയില്ലെങ്കിലും അദ്ദേഹത്തിന് ഏകദേശം ഒരു ജ്ഞാനപീഠം കിട്ടിയ ആളാണ്. അപ്പോൾ നമ്മൾ ഒരു പ്രത്യേക രീതിയിൽ അദ്ദേഹത്തെ റേറ്റ് ചെയ്തു. അല്ലെങ്കിൽ അദ്ദേഹത്തിന് കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് കിട്ടിയിട്ടുള്ള ആളാണ്, അല്ലെങ്കിൽ അദ്ദേഹം ഇത്രയൊക്കെ സ്ഥലങ്ങളിൽ വിസിറ്റ് ചെയ്ത് പല കാര്യങ്ങൾ സംസാരിച്ചിട്ടുള്ളതാണ്. നേരെ മറിച്ച് ബോർജി പറയുന്നത് ഇപ്പൊ ജർമ്മൻ ഭാഷയിലുള്ള ഒരു കൃതി ജാപ്പനീസ് ഭാഷയിലേക്ക് വരുമ്പോൾ ആ ജാപ്പനീസ് റീഡേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ഈ എഴുത്തുകാരൻ അല്ലെങ്കിൽ ഈ എഴുത്തുകാരിയുടെ സ്ഥാനം എന്താണ് എന്നുള്ളതിനെ പറ്റി യാതൊരു ധാരണയില്ലാതെയാണ് അതിനെ സമീപിക്കുന്നത്, വായിക്കുന്നത്. അപ്പോൾ വാട്ട് ഹി സേസ് ഇസ് ദാറ്റ് എ ഫീൽഡ് ഓഫ് പ്രൊഡക്ഷൻ, അതിൻ്റെ ഒരു സർക്കുലേഷൻ ഇല്ലാതെ ടെക്സ്റ്റ് മാത്രം സർക്കുലേറ്റ് ചെയ്യുന്ന ഒരവസ്ഥ. ആ ഒരു അവസ്ഥയിൽ ട്രാൻസ്ലേഷന് വലിയ പ്രശ്നങ്ങൾ ഉണ്ടാവുമെന്നാണ് അദ്ദേഹം പറയുക. കാരണം ട്രാൻസ്ലേഷന്റെ കൂടെ ആ ഫീൽഡ് ഓഫ് പ്രൊഡക്ഷനും കൂടി യാത്ര ചെയ്യാത്ത അവസ്ഥയിൽ it is possible that a work that is not recognized as an important work in a particular cultural context will be granted undue importance in another context or another linguistic context. ഇതാണ് അദ്ദേഹം പറയുന്നത്. ഇതിന് എന്തെങ്കിലും മറ്റു തരത്തിലുള്ള കുഴപ്പമുണ്ടാവുന്നല്ല, ഇത് നമുക്ക് വേണമെങ്കിൽ പലതരത്തിലും വ്യാഖ്യാനിക്കാം. ഇത് വേണമെങ്കിൽ പറയാം ഇതാണ് കൃത്യമായി ട്രാൻസ്ലേഷൻ എന്ന് പറയാം. കോണ്ടെക്സ്റ്റിന്റെ ഒരു പിന്തുണ ഇല്ലാതെ ഒരു ടെക്സ്റ്റ് യാത്ര ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന അതിൽ നിന്ന് ലഭിക്കുന്ന ആ ഒരു സെമാന്റിക് എക്സ്പാൻഷൻ എന്ന് പറയാവുന്നത് അത് വളരെ പ്രധാനമാണെന്നൊക്കെ പറയാം. ഇതാണ് ഒരർത്ഥത്തിൽ ട്രാൻസ്ലേറ്റബിലിറ്റിയുടെ ഒരു ലക്ഷണമായി വോൾട്ടർ ബെഞ്ചമിൻ കരുതുന്നത്. അല്ലേ? എനിക്ക് തോന്നുന്നത് മിക്കവാറും പറഞ്ഞ കാര്യങ്ങൾ ഓസ്കാർ വൈൽഡിനെ കുറിച്ച് ഞാൻ പറഞ്ഞല്ലോ. ഓസ്കാർ വൈൽഡ്, എൻ്റെ ഒരു ഫോക്കസ് എന്ന് പറയുന്നത് ഈ ഇൻഡിവിജ്വൽ ബേസ്ഡ് ആണ് എന്നുള്ളതാണ്. അത് മതിയല്ലോ അല്ലേ? ഇനി വല്ലതും അതിന്റെ ഒരു വിശദീകരണം ഉണ്ടെങ്കിൽ ചോദിക്കാം. മറ്റ് വിശദീകരണങ്ങൾ ആവശ്യമുണ്ടെങ്കിൽ ചോദിക്കാമോ? ഓ ആവാം, പിന്നെ എന്താ. ആർക്കെങ്കിലും കൂടുതൽ സംശയങ്ങളോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഈ സമയത്ത് ചോദിക്കുക. ഹലോ ഹലോ മാഷെ, മാഷ് ഇപ്പൊ പറഞ്ഞ് നിർത്തിയത് കൊണ്ട് ഒരു സംശയം ചോദിക്കുകയാണ്. മാഷ് ഇപ്പൊ പറഞ്ഞ ട്രാൻസ്ലേഷന്റെ കാര്യം പറഞ്ഞ സമയത്ത് പലപ്പോഴും ഒരു പർട്ടിക്കുലർ കോണ്ടെക്സ്റ്റിലെ റൈറ്ററുടെ ഇപ്പോ ഒരു റൈറ്റർ അത്ര ഇമ്പോർട്ടന്റ് അല്ല എങ്കിൽ പോലും മറ്റൊരു ഭാഷയിലേക്ക് വരുമ്പോൾ ചിലപ്പോൾ ആ കൃതിക്ക് വല്ലാത്തൊരു ഇമ്പോർട്ടൻസ് കിട്ടിയേക്കാം. നമ്മൾ പാവങ്ങളെ പറ്റി അങ്ങനെ പറയാറുണ്ടല്ലോ. ഫ്രാൻസിലുള്ള വിക്ടർ ഹ്യൂഗോയുടെ കൃതിക്ക് കിട്ടാത്തതിനേക്കാൾ വലിയൊരു അംഗീകാരം കേരളത്തില് നമ്മൾ കിട്ടി എന്ന് പറയാറുണ്ടല്ലോ. അപ്പൊ ഞാൻ ചോദിക്കുന്നത്, അത് പക്ഷെ ഈ റൈറ്ററെ കാനോനിക്കലി നമ്മൾ റേറ്റ് ചെയ്യുന്നതും കോണ്ടെക്സ്റ്റ് നമ്മൾ കൾച്ചറലി ട്രാൻസ്ലേറ്റ് ചെയ്യുന്നതും രണ്ട് കാര്യമല്ലേ? അതായത് ഇപ്പോ അതേ ഉദാഹരണം തന്നെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ വിക്ടർ ഹ്യൂഗോ ഒരു പക്ഷെ ആസ് എ റൈറ്റർ അദ്ദേഹത്തിന്റെ അക്സെപ്റ്റൻസ് ഈ പറഞ്ഞതുപോലെ അദ്ദേഹത്തിന്റെ നോവലുകളുടെ ചിലപ്പോൾ അതിന്റെ ഈസ്തറ്റിക്സ് കൊണ്ടായിരിക്കാം കിട്ടാത്ത അംഗീകാരം ഒരുപക്ഷെ ആ ഒരു കാലഘട്ടത്തിന്റെ കുറേയേറെ കാര്യങ്ങൾ നമ്മൾ അതേസമയം തന്നെ ഈ റൈറ്റർ അംഗീകരിക്കുന്നില്ലെങ്കിലും ആ കാലഘട്ടത്തിൻ്റെതായ കുറെ പ്രത്യേകതകൾ ഉണ്ടല്ലോ, ആ കോണ്ടെക്സ്റ്റ് നമ്മൾ ഒരു തരത്തിൽ ട്രാൻസ്ലേറ്റ് ചെയ്യുന്നില്ലേ? എനിക്ക് അങ്ങനെയാണ് ചോദിക്കാൻ അറിയുള്ളൂ. എനിക്ക് തന്നെ ക്ലാരിറ്റി ഉണ്ടെന്ന് തോന്നുന്നില്ല. പക്ഷെ ഞാൻ ചോദിക്കുന്നത്, റൈറ്ററെ നമ്മൾ മാറ്റി നിർത്തിയാൽ പോലും
ആ റൈറ്റർക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നതോടൊപ്പം തന്നെ ഈ കൃതികളൊക്കെ ഇങ്ങോട്ടേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യപ്പെടുമ്പോൾ ഒരുപക്ഷെ റൈറ്ററെ മാറ്റി നിർത്തിയിട്ട് അതിന്റെ കോണ്ടെക്സ്റ്റ് ട്രാൻസ്ലേറ്റ്, അതായത് ആ നോളജിനെ ട്രാൻസ്ലേറ്റ് ചെയ്യുന്ന ഒരു 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 എന്താ പറയാ ഒരു സ്പേസിലാണല്ലോ നമ്മൾ ഈ അതിൽ കൂടിയാണല്ലോ നമ്മുടെ അഭിരുചി വർക്ക് ചെയ്യുന്നത്. അപ്പം അങ്ങനെ നോക്കുമ്പോൾ ഈ പ്രൊഡക്ഷൻ, ഫീൽഡ് ഓഫ് പ്രൊഡക്ഷൻ എന്ന് പറയുന്നത് നമ്മൾ റൈറ്ററെ മാറ്റി നിർത്തിയാലും ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തില് ഇപ്പം നമ്മുടെ ഭാഷയിലേക്കാണെങ്കിലും ട്രാൻസ്ലേറ്റ് ചെയ്യപ്പെടുന്നില്ലേ എന്നാണ്. അതെ, അത് ശരിയാണ്, അതിൽ സംശയമൊന്നുമില്ല. കാരണം അത് ഞാൻ ഈ പറഞ്ഞ, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഈ വാൾട്ടർ ബെഞ്ചമിന്റെ ഒക്കെ ഒരു സിദ്ധാന്തം വെച്ച് നോക്കുകയാണെങ്കിൽ ഈ ഇങ്ങനെ കോണ്ടെക്സ്റ്റ് ഇല്ലാതെ ഓതർ മാത്രം വരുന്നതായിരിക്കും ഒരുപക്ഷെ പോസിറ്റീവായിട്ടുള്ള കാര്യം. കാരണം പിന്നെ നമ്മൾ മറ്റേതൊരു കനോണിക്കൽ എന്ന് വിശേഷിപ്പിക്കാവുന്ന രീതിയാണ്. നിങ്ങൾ ഓതറെ ഒരു സമൂഹത്തിൽ അല്ലെങ്കിൽ ഒരു ലിംഗ്വിസ്റ്റിക് സമൂഹത്തിൽ ഒരു കനോണിക്കൽ എന്ന് പറയാവുന്ന ഒരു സിസ്റ്റത്തിൽ ഒരു ഓഥർക്ക് ഒരു സ്ഥാനം ഉണ്ടാവുകയും ആ ഒരു സ്ഥാനത്തെ മറ്റു ഭാഷകളിലേക്ക് റിപ്ലീറ്റ് ചെയ്യണം എന്ന് നാം എക്സ്പെക്ട് ചെയ്യുകയും ചെയ്യുന്ന ഒരവസ്ഥ. അങ്ങനെയല്ലാതെ ഒരു ഇൻഡിവിജ്വൽ ഓഥറിനെ ഇൻഡിവിജ്വൽ ഓഥറായി തന്നെ കാണുക, അത് ഓരോ സമൂഹത്തിലും ആ കാലഘട്ടത്തിന്റെ സവിശേഷതകൾ അനുസരിച്ച് പുതിയ പുതിയ സിഗ്നിഫിക്കൻസസ് ഉണ്ടാക്കിയെടുക്കുക. അതാണ് വാസ്തവത്തിൽ, അതിനെയാണ് ആഫ്റ്റർ ലൈഫ് എന്ന് പറയുന്നത്. ബെഞ്ചമിൻ ആഫ്റ്റർ ലൈഫ് എന്ന് ഉദ്ദേശിക്കുന്നത് പിൽക്കാല ജീവിതം, ഒരു 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 കൃതിയുടെ പിൽക്കാല ജീവിതം എന്ന ട്രാൻസ്ലേഷന്റെ കോണ്ടെക്സ്റ്റിൽ അദ്ദേഹം ഉദ്ദേശിക്കുന്നത് ഈ തരത്തിൽ അതിന് കിട്ടുന്ന പുതിയ സിഗ്നിഫിക്കൻസിനെ കുറിച്ച് പറയാനാണ്. അതാണ് അദ്ദേഹത്തിന്റെ ആഫ്റ്റർ ലൈഫ് എന്ന കോൺസെപ്റ്റിന്റെ പ്രത്യേകത. അവിടെയാണ് ഒരു കൃതി ട്രാൻസ്ലേറ്റബിലിറ്റി ഉള്ള കൃതിയായി മാറുകയും ചെയ്യുന്നത്. വിവർത്തനീയത എന്ന് ഒരു കൃതിക്ക് ഉണ്ട് എന്ന് പറയുന്നത് അതിന് ഒരു ആഫ്റ്റർ ലൈഫിന്റെ സാധ്യത ഉണ്ടാവുമ്പോഴാണ്. അപ്പൊ ഈ തരത്തിലുള്ള ഇങ്ങനെ ഒരു എന്താണ് ഫീൽഡ് ഓഫ് പ്രൊഡക്ഷൻ അതിന്റെ കൂടെ പോകണമെന്ന് നിർബന്ധിക്കേണ്ട കാര്യമില്ല. കാരണം ഫീൽഡ് ഓഫ് പ്രൊഡക്ഷൻ എന്തായാലും ഉണ്ടാവില്ല. അത് ഉണ്ടാവാതിരിക്കുമ്പോൾ ഉള്ള പ്രശ്നത്തെ കുറിച്ചാണ് ബോർജിയോ പറയുന്നത്. അദ്ദേഹം ഒരു സോഷ്യോളജിസ്റ്റ് ആയതുകൊണ്ട് അദ്ദേഹം അതിന്റെ ഒരു പ്രശ്നം ഇത് തന്നെയാണ്. ആ കാനൺ അവിടെ റെസ്പെക്ട് ചെയ്യപ്പെടുന്നില്ല എന്നുള്ളതാണ്. പക്ഷെ കാനൺ റെസ്പെക്ട് ചെയ്യപ്പെടണമെന്ന് ആരും പറയില്ലല്ലോ. ക്രിട്ടിക്കൽ എന്ന് പറയാവുന്ന തിങ്കേഴ്സ് ഒന്നും പറയില്ല. അദ്ദേഹവും അത് പറയുന്നില്ല. അദ്ദേഹം അതിന്റെ ഒരു സോഷ്യോളജി എക്സ്പ്ലെയിൻ ചെയ്യുന്നു എന്ന് മാത്രമേ ഉള്ളൂ, അല്ലേ? ഓക്കെ സർ. പക്ഷെ നമുക്കപ്പോ ഈ സെഷൻ വൈൻഡ് അപ്പ് ചെയ്യാമെന്ന് തോന്നുന്നു. ആവാം, പ്രശ്നമില്ല. ഇനിയൊന്നും ഇല്ലെങ്കിൽ 9 മണിയായി. ഓക്കെ, 2 മണിക്കൂറോളം ആവുകയാണ് ഈ സെഷൻ. ആർക്കെങ്കിലും ഇനി സംശയങ്ങൾ ഉണ്ടോ? മാഷെ, ഒരു സംശയം അദീനാണ്. ഒരു സംശയം കൂടെ ചോദിച്ചോണ്ട്. അതായത് മാഷെ, ഈ ടേസ്റ്റുമായിട്ട് നേരിട്ട് ബന്ധമില്ല, പക്ഷെ എന്നാൽ ഈ ബോർജിയും ഫൂക്കോയും രണ്ടുപേരും തമ്മിൽ എങ്ങനെ ബന്ധിപ്പിക്കണമെന്നല്ല, അല്ലെങ്കിൽ ഇവരെ തമ്മിൽ എങ്ങനെയാണ് വേർതിരിക്കാനാവുക എന്നുള്ളത്. അതായത് ഇപ്പൊ ഡിസ്കോഴ്സും ഹാബിറ്റസും ഒക്കെ എങ്ങനെയാണ് വ്യത്യാസപ്പെട്ടിരിക്കുന്നത് എന്നൊന്ന്, അത് ഓരോ ഡിസിപ്ലിന്റെ വ്യത്യാസം ഉള്ളതോ അതിന് അല്ല കോൺസെപ്റ്റ്, ആ കോൺസെപ്റ്റിനെ എങ്ങനെ വ്യത്യാസം എന്തെങ്കിലും ഉണ്ടോ എന്ന് മനസ്സിലാക്കേണ്ട കാര്യങ്ങളുണ്ടോ ഞങ്ങള് അതില്? അത് എനിക്ക് പറയാനുള്ളത്, ബോർജിയു ഒരിക്കലും പിന്നെ ഫൂക്കോവിനെ കുറിച്ച് മെൻഷൻ ചെയ്യുന്നുണ്ട് അദ്ദേഹം 1-2 സ്ഥലങ്ങളിലൊക്കെ. പക്ഷെ ഫൂക്കോവിനെ ഏതെങ്കിലും തരത്തിൽ തന്നെ സ്വാധീനിച്ചതായി അദ്ദേഹം പറയുന്നില്ല. ഇപ്പൊ ഫൂക്കോ ഉപയോഗിക്കാറുള്ള ഡിസ്കോഴ്സ് എന്ന പദം അത് ബോർജിയു ഒരിക്കലും ഉപയോഗിക്കുന്നില്ല. ഫൂക്കോവും അദ്ദേഹവും ഒരേ സ്കൂൾ പഠിച്ചവരാണ്. ഒരേ സ്കൂൾ എന്ന് പറഞ്ഞാൽ രണ്ടുപേരും പിന്നെ ഇക്കോൾ നോമാൽ സുപ്പീരിയർ എന്ന് പറഞ്ഞ ഒരു സ്ഥാപനത്തിലാണ് പഠിച്ചത് എന്ന് മാത്രം. അതൊരു ഉന്നത വിദ്യാഭ്യാസ വരെ പഠിക്കാവുന്ന, എലിമെന്ററി സ്കൂൾ മുതൽ ഇതുവരെ എന്താണ് നമ്മുടെ ഒരു PG ലെവലിലൊക്കെ പഠിക്കാവുന്ന, അത് കഴിഞ്ഞ് പിന്നെ PhD ഒക്കെ ചെയ്യാവുന്ന തരത്തിലുള്ള ഒരു സ്ഥാപനമാണ്. അവിടെയുള്ള വളരെ പ്രധാനപ്പെട്ട അധ്യാപകർ ഇപ്പോ കാങ്കുയം അല്ലെ ഡുമേസിൽ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള അവര് ഈ 60-കളിലെ 70-കളിലെ 80-കളിലെ ഒക്കെ ഫ്രഞ്ച് ചിന്തയെ ഭരിച്ച പല ചിന്തകരുടെയും ഗുരുനാഥന്മാരാണ് അവര് ഒക്കെ. ഫൂക്കോ അതിനെക്കുറിച്ച് സംസാരിക്കുന്നുണ്ട്. ഫൂക്കോവിന്റെ ഡിസ്കോഴ്സ് ഓൺ ലാംഗ്വേജ് എന്ന പ്രശസ്തമായ പ്രബന്ധത്തിൽ അതിന്റെ ഒരു അവസാന ഭാഗം അദ്ദേഹം ഈ പണ്ഡിതന്മാരെ കുറിച്ചാണ് സംസാരിക്കുന്നത്. അപ്പൊ അവരുടെ ഒരു ശിക്ഷണത്തിലാണ് ബോർജിയും ഫൂക്കോയും ബോർജു, ഫൂക്കോ,
അതുപോലെ അവരുടെ സമകാലികരായ, ഇപ്പൊ ദരിദ്രയും വേണേ പറയാം, സമകാലികരായ പലരും പഠനം പൂർത്തിയാക്കി. പക്ഷേ അവര് പലപ്പോഴും അവരുടെ സിദ്ധാന്തങ്ങളിൽ അവരുടേതായ തനിമ എന്ന് വേണമെങ്കിൽ പറയാം, അല്ലെങ്കിൽ അവരുടേതായ ഐഡന്റിറ്റി ഒക്കെ കാത്തു സൂക്ഷിക്കുന്നു. അവർക്ക് പലപ്പോഴും മറ്റുള്ളവരുടെ ഇത് ഇപ്പൊ ബോർജു ഫൂക്കോവിനെ സുഹൃത്താണെന്നൊക്കെ പറയും ഇടക്കൊക്കെ, പക്ഷെ അദ്ദേഹം ഒരിക്കലും ഫൂക്കോവിന്റെ ആശയങ്ങളെ അംഗീകരിക്കാൻ തയ്യാറാവുന്നില്ല. പല സാമ്യങ്ങളും ഉണ്ട് അവരുടെ ആശയങ്ങൾ തമ്മിൽ, അല്ലെങ്കിൽ അവരുടെ ചില അനാലിസിസ് തമ്മിൽ ഒക്കെ നമുക്ക് പലതരത്തിലുള്ള സിമിലാരിറ്റീസ് കാണാം. പക്ഷേ അത് തന്നെയാണ് ഇത് എന്ന് നമുക്ക് പറയാൻ പറ്റാത്ത രീതിയിലാണ് അവർ പലപ്പോഴും കാര്യങ്ങളെ അവതരി. ഇപ്പൊ അൽത്തൂസർ ഉപയോഗിക്കുന്ന പല വാക്കുകളും ഇവര് രണ്ടുപേരും ഉപയോഗിക്കില്ല. അൽത്തൂസർ പക്ഷെ കുറെ കൂടി എന്താണ് മാർക്സിസ്റ്റ് എന്ന് സ്വയം പ്രഖ്യാപിച്ച ആളാണ്. ഫൂക്കോ അങ്ങനെയല്ല. ഫൂക്കോ താൻ മാർക്സിസ്റ്റ് അല്ലെന്ന് പറഞ്ഞ ആളാണ്. അപ്പൊ അതുകൊണ്ടായിരിക്കും ചിലപ്പോൾ അൽത്തൂസറിന്റെ വാക്കുകളൊന്നും അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ കൺസെപ്റ്റുകളൊന്നും ഫൂക്കോ സ്വീകരിക്കാത്തതും ഉപയോഗിക്കാത്തതും. ഇപ്പൊ ഐഡിയോളജിയും ഡിസ്കോഴ്സുമായി നമുക്കറിയാം ധാരാളം ബന്ധങ്ങളുണ്ട്. ഐഡിയോളജി എന്ന് പറയുന്നത് പലതരത്തിലും ഐഡിയോളജി എന്ന് അൽത്തൂസറിയൻ രീതിയിൽ വ്യാഖ്യാനിക്കപ്പെടുന്ന ഐഡിയോളജി അത് ഡിസ്കോഴ്സുമായി പലതരത്തിലും ബന്ധപ്പെട്ടതാണ്. പക്ഷേ ഫൂക്കോ വുഡ് നെവർ ടോക്ക് അബൌട്ട് ഹിസ് ഡിസ്കോഴ്സ് ആസ് ഹാവിംഗ് ബീൻ shaped by the influence of Althusser's ideology. അപ്പൊ ഇത് ഇങ്ങനെയുള്ള പല പ്രശ്നങ്ങളുണ്ട്. അതിപ്പോ എന്തുകൊണ്ട് അതിനിപ്പോ അത് തമ്മിലുള്ള താരതമ്യം നമുക്ക് നടത്താമെന്നല്ലാതെ അവരുടെ ഒരു പേഴ്സണൽ ഒരു ലൈഫിലേക്കോ അല്ലെങ്കിൽ അവരുടെ അതിന്റെ ഒരു ജനറ്റിക് കോണ്ടെക്സ്റ്റിലേക്കോ നമുക്ക് അതിനെ സ്ട്രെച്ച് ചെയ്ത് കൊണ്ടുപോകാൻ ചിലപ്പോൾ പറ്റിയെന്ന് വരില്ല. അത്തരം പഠനങ്ങളൊക്കെ തീർച്ചയായും നടന്നിട്ടുണ്ട്. ബോർജുവിന്റെ കേസിൽ നമുക്ക് പറയാവുന്നത് ബോർജു ഈസ് എ സോഷ്യോളജിസ്റ്റ്. അതുകൊണ്ട് അദ്ദേഹത്തിന്റെ ഫോക്കസും പെർസ്പെക്റ്റീവും വ്യത്യസ്തമാണ്. അതുകൊണ്ടായിരിക്കാം അദ്ദേഹം ഫൂക്കോവിന്റെ കുറെ കൂടി തിയററ്റിക്കൽ എന്ന് പറയാവുന്ന സമീപനത്തിൽ നിന്ന് വ്യത്യസ്തമായ ഒരു സമീപനം എടുക്കുന്നത്. ബോർജു ഈസ് എൻ എംപിറിക്കൽ കൈൻഡ് ഓഫ്. ഇപ്പൊ ഡിസ്റ്റിങ്ഷൻ നോക്കിയാൽ അറിയാം, അദ്ദേഹം ഈ കബൈൽ ഗോത്ര ജനങ്ങളുടെ ഇടക്ക് നടത്തിയ എന്താ പറയാ ആ കാലത്ത് നടത്തിയ നിരീക്ഷണങ്ങളുടെയും പരീക്ഷണങ്ങളുടെയും ഒക്കെ ഒരു ഡാറ്റ ഉപയോഗിച്ചാണ് അദ്ദേഹം അനാലിസിസ് മുഴുവൻ നടത്തുന്നത്. അല്ലെങ്കിൽ അതിനുശേഷം അദ്ദേഹം പിൽക്കാലത്ത് വിദ്യാർത്ഥികളുടെ ഇടക്കൊക്കെ നടത്തിയ പലതരത്തിലുള്ള പരീക്ഷണങ്ങൾ, അതിന്റെ ഒരു എംപിറിക്കൽ എന്ന് പറയാവുന്ന എവിഡൻസ് അത് ശേഖരിച്ചുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ ആശയങ്ങൾ വിപുലപ്പെടുത്തുന്നത്. അപ്പൊ അതിന്റെ ഒരു വ്യത്യാസം ഈ പെർസ്പെക്റ്റീവിൽ തീർച്ചയായും നിഴലിച്ചു കാണാം. അതാണ് ഒരുപക്ഷെ അദ്ദേഹത്തെ മറ്റേ ഫൂക്കോവിന്റെ ആശയങ്ങളിൽ നിന്ന് വ്യത്യസ്തമായ രീതിയിൽ അത് വികസിപ്പിക്കാൻ പ്രേരിപ്പിക്കുന്നതെന്ന് തോന്നുന്നു. അത് വേണമെങ്കിൽ അങ്ങനെ ആ രീതിയിൽ പറയാം. മറ്റു തരത്തിലുള്ള ഇപ്പൊ ജനറേറ്റീവ് കോണ്ടെക്സ്റ്റ് എന്ന് പറയുന്നതിലുള്ള സാമ്യമൊക്കെ, അതിലുള്ള ഒരു കോമണാലിറ്റീസ് ഒക്കെ മറ്റു തരത്തിൽ അന്വേഷിക്കേണ്ടതാണ്. കാരണം ഇതില് ഇദ്ദേഹം ഇപ്പൊ ഈ 3 പേരെടുക്കുകയാണെങ്കിൽ അൽത്തൂസർ കുറച്ചുകൂടി സീനിയറാണ്. അൽത്തൂസർ, ഫൂക്കോ, ബോർജു ഏകദേശം ഒരേ പ്രായക്കാരാണ്. അൽത്തൂസർ ഇവരെക്കാളും ഒരു 5-10 വയസ്സ് മേലെയുള്ള ആളാണ്. 5-10 തോന്നുന്നു, 5-8 വയസ്സ് മേലെയുള്ള ആളാണ്. എന്ന് മാത്രമല്ല അദ്ദേഹം കുറച്ചു കാലം കൃത്യമായും അധ്യാപകൻ അല്ലെങ്കിലും അവരുടെ ഗവേഷണം ചെയ്യുന്ന കാലത്ത് ഇവരുടെയൊക്കെ ഒരു അധ്യാപകൻ എന്നുള്ള രീതിയിലും സേവിച്ചിരിക്കുന്നു. എന്ന് മാത്രമല്ല അവർ തമ്മിൽ നല്ല സൗഹൃദമാണ്. അപ്പൊ അതിലൊന്നും പ്രശ്നമൊന്നുമില്ല. അതേസമയത്ത് ഇങ്ങനെ ആശയങ്ങൾ വരുമ്പോൾ, കൺസെപ്റ്റ്സ് വരുമ്പോൾ, സങ്കല്പനങ്ങൾ വരുമ്പോൾ പലതരത്തിലുള്ള വ്യത്യാസങ്ങളും നമ്മൾ കാണും. എനിക്ക് തോന്നുന്നത് ബോർജുവിന്റെ കേസിൽ അദ്ദേഹം ഒരു എംപിറിക്കൽ സയന്റിസ്റ്റ് കൂടിയാണ്, ഒരു സോഷ്യോളജിസ്റ്റ് കൂടിയാണ് എന്നുള്ള ഒരു കൺസിഡറേഷൻ ആവാം കൺസെപ്റ്റുകളെ ഈ രീതിയിൽ ഉപയോഗിക്കാൻ അദ്ദേഹത്തെ നിർബന്ധിക്കുന്നത് എന്ന് പറയാൻ തോന്നുന്നു. നമുക്ക് ഈ സെഷൻ ഇവിടെ അവസാനിപ്പിക്കാമെന്നാണ് കരുതുന്നത്. മാഷിനെ കുറച്ച് അധികം കാലത്തിന് ശേഷം ഫ്രീ ആയിട്ട് കുറച്ചധികം സമയം കിട്ടിയത് കൊണ്ടായിരിക്കാം എല്ലാവരും അവരുടെ മനസ്സിലുള്ള സംശയങ്ങളൊക്കെ ചോദിച്ചതെന്ന് കരുതുന്നു. അപ്പോൾ ഇന്നത്തെ ഈ ഒരു സെഷനിൽ കുറച്ചധികം സമയം 2 മണിക്കൂറോളമായി ഇത്രയും സമയം
വളരെ ദീർഘമായ രീതിയിൽ അതേപോലെ തന്നെ കൃത്യമായിട്ട് ക്ലാരിറ്റിയോടുകൂടി കൃഷ്ണൻ മാഷ് പറഞ്ഞതുപോലെ ക്ലാരിറ്റിയോടുകൂടി നമ്മളോട് സംവദിച്ച രവീന്ദ്രൻ മാഷിന്, ഞങ്ങളുടെ ക്ഷണം സ്വീകരിച്ചെത്തിയ രവീന്ദ്രൻ മാഷിന് ഈ സമ്മേളനത്തിൽ പങ്കെടുത്ത എല്ലാവരുടെയും പേരിലുള്ള നന്ദി അറിയിക്കുന്നു. നന്ദി, സന്തോഷം. അതേപോലെ തന്നെ ഇത്രയും സമയം നമ്മളോടൊപ്പമായിരുന്ന കൃഷ്ണൻ മാഷിനും അതേപോലെ ഈ ഒരു പ്രഭാഷണത്തിൽ പങ്കെടുത്ത എല്ലാവരോടുമുള്ള നന്ദി അറിയിക്കുന്നു. ഇനി അടുത്തതായിട്ട് വരാൻ പോകുന്ന 2 പ്രഭാഷണങ്ങളുടെ വിവരങ്ങൾ കൂടി നൽകിക്കൊണ്ട് ഈ ഒരു സെഷൻ അവസാനിപ്പിക്കാമെന്നാണ് കരുതുന്നത്. അടുത്ത ലെക്ചർ ഏപ്രിൽ 16-ാം തീയതിയാണ് സംവിധാനം ചെയ്തിട്ടുള്ളത്. റുഷേൽ പിന്റോ ആണ് അന്ന് നമുക്ക് വേണ്ടി ലെക്ചർ നൽകുന്നത്. ലെജൻഡ് ആൻഡ് ദ ലെജിറ്റിമസി ഓഫ് ലാൻഡ് ഗവേണൻസ് ഇൻ കൊളോണിയൽ ഗോവ എന്നുള്ള വിഷയത്തിലാണ് റുഷേൽ പിന്റോ അന്നേ ദിവസം നമ്മളോട് സംവദിക്കുക. അതുകൂടാതെ ഏപ്രിൽ 20-ന് 5-ാമത്തെ ലെക്ചറായിട്ട് സുനിൽ പി ഇലയിടമാണ് വരുന്നത്. സംഗീതവും സംസ്കാര ചരിത്രവും ത്യാഗരാജ സംഗീതത്തിന്റെ സന്ദർഭം എന്ന വിഷയത്തിലാണ് സുനിൽ പി ഇലയിടം നമ്മളോട് സംവദിക്കുന്നത്. അപ്പോൾ തുടർന്ന് വരുന്ന പ്രഭാഷണങ്ങളിലും എല്ലാവരുടെയും സാന്നിധ്യം ഉണ്ടാവണമെന്ന് ആഗ്രഹിക്കുന്നു. ഇന്ന് കൂടുതൽ ആളുകൾക്ക് ഇതിൽ പങ്കെടുക്കണം എന്ന് ആഗ്രഹമുണ്ടായിരുന്നു. ചിലർക്കെങ്കിലും കാലാവസ്ഥ പ്രതികൂലമായതുകൊണ്ട് ഇതിന്റെ ഭാഗമാക്കാനായിട്ട് കഴിഞ്ഞിട്ടില്ല. യൂട്യൂബിൽ അവരെല്ലാവരും കൂടുതൽ തവണ അല്ലെങ്കിൽ കൂടുതൽ ആളുകളിലേക്ക് ഈ ഒരു പ്രഭാഷണം യൂട്യൂബ് മുഖേന എത്തിച്ചേരുമെന്നാണ് കരുതുന്നത്. അപ്പോൾ നമുക്ക് ഇത് ഇവിടെ വെച്ച് അവസാനിപ്പിക്കാം. എല്ലാവർക്കും ശുഭരാത്രി.